Hello everyone, Dr. Manjula here. ഇന്ന് നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസേഴ്സും റാഷണലും ഡിസ്കസ് ചെയ്യാം. സോ ആദ്യത്തെ ചോദ്യം നോക്കാം. Depressed deep tendon reflex is seen in which condition? Hypocalcemia, hypomagnesemia, hypermagnesemia and hypernatremia. The answer is hypermagnesemia. That means elevated level of magnesium. എത്രയാ 4 കൂടുതൽ 4 milli equivalents per liter കൂടുതൽ വന്നാൽ നമ്മളത് hypermagnesemia എന്ന് പറയും. And it causes or it results in decreased neuromuscular excitability. സോ ന്യൂറോമസ്കുലർ എക്സൈറ്റബിലിറ്റി കുറയുമ്പോൾ എന്താ സംഭവിക്കുക? ഹൈപ്പോറിഫ്ലെക്സിയ, എറിഫ്ലെക്സിയ എന്നൊക്കെ പറയുന്ന കണ്ടീഷൻസിലോട്ട് അത് പോകും. എന്ന് വെച്ചാൽ റിഫ്ലെക്സസ് ഇല്ല, അല്ലെങ്കിൽ കുറവായിരിക്കും. സോ ദിസ് ഈസ് എ കീ ക്ലിനിക്കൽ സൈൻ ടു വാച്ച്. എസ്പെഷ്യലി നമ്മൾ ഈ പ്രീ എക്ലാംസിക്കൊക്കെ മെഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കുമല്ലോ, അന്നേരം നമ്മൾ ടോക്സിസിറ്റി ഉണ്ടോ വരുന്നുണ്ടോ എന്നറിയാനുള്ള ഒരു വാർണിംഗ് സൈനാണ് ഈ ഹൈപ്പോറിഫ്ലെക്സിയ അല്ലെങ്കിൽ എറിഫ്ലെക്സിയ എന്ന് പറയുന്നത്. മറ്റ് ഓപ്ഷൻസ് എന്തൊക്കെയായിരുന്നു? ഹൈപ്പോകാൽസീമിയയിൽ എന്താ സംഭവിക്കുന്നത്? ഡീപ് ടെൻഡൻ റിഫ്ലെക്സസ് ഒക്കെ ഹൈപ്പർ റിഫ്ലെക്സി ആയിട്ട് മാറും. ഡീപ് ടെൻഡൻ റിഫ്ലെക്സ് നമ്മൾ ആ ടെൻഡനിൽ ടാപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മൂവ്മെൻ്റ് ആണ്. അത് വളരെ അധികം അഗ്രവേറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ എക്സാജറേറ്റഡ് ആയിരിക്കും ഹൈപ്പോകാൽസീമിയയിൽ. അപ്പോൾ സിംറ്റംസ് എന്തൊക്കെയാണ്? ടെറ്റനി, ക്രാംസ്, ചോസ്റ്റക് സൈൻ, ട്രോഷേഴ്സ് സൈൻ, അറിയാമല്ലോ അതെല്ലാം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സൈൻസ് ഒക്കെ വിച്ച് ആർ അസോസിയേറ്റഡ് വിത്ത് ഹൈപ്പോകാൽസീമിയ. അടുത്ത ഹൈപ്പോമഗ്നീസീമിയ ആകുമ്പോഴും എന്താ സംഭവിക്കുക? ഹൈപ്പർ റിഫ്ലെക്സിയാണ് അവിടെ വരുന്നത്. എന്ന് വെച്ചാൽ ട്രെമേഴ്സ് ആയിട്ടൊക്കെ പ്രസൻറ്റ് ചെയ്യും, സീഷേഴ്സ് ആയിട്ടും ന്യൂറോമസ്കുലർ ഇറിറ്റബിലിറ്റി ആയിട്ടും അത് പ്രസൻറ്റ് ചെയ്യും. ഹൈപ്പർ മെഗ്നീഷ്യമയിലാണെങ്കിൽ ഹൈപ്പോ റിഫ്ലെക്സിയാണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. മസിൽ വീക്ക്നെസ് ഉണ്ടാവും, ലെഥാർജി ഉണ്ടാവും. ഹൈപ്പർ നെട്രീമിയൽ എന്താ സംഭവിക്കുക? ഹൈപ്പർ നെട്രീമിയൽ എന്ന് പറഞ്ഞാൽ ഡീപ് ടെൻഡൻ റിഫ്ലെക്സുമായിട്ട് അതിന് റിലേഷൻഷിപ്പ് ഇല്ല. സോ ഹൈപ്പർ നെട്രീമിയ സമയത്ത് വി ക്യാൻ സീ സം റെസ്റ്റ്ലെസ്നെസ്, കൺഫ്യൂഷൻ, അതുപോലത്തെ ചില CNS സിംറ്റംസ് കാണാൻ പറ്റും. അടുത്തത് ഹ്യൂമൻ അനാറ്റമിക്കൽ വേസ്റ്റ് ആർ ഡിസ്പോസ്ഡ് ഇൻ ഗ്രീൻ ബാഗ്, ബ്ലാക്ക് ബാഗ്, റെഡ് ബാഗ്, യെല്ലോ ബാഗ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ്. സോ ഹ്യൂമൻ അനാറ്റമിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ബോഡി പാർട്സ്, ടിഷ്യൂസ്, അങ്ങനെ ഫീറ്റസ്, ഡെഡ് ഫീറ്റസ് ഒക്കെ. സോ ഇത് നമ്മൾ യെല്ലോ ബാഗിലാണ് വയ്ക്കുന്നത്. ദറ്റ് ഈസ് നോൺ ക്ലോറിനേറ്റഡ് പ്ലാസ്റ്റിക് ബാഗ്. ആൻഡ് ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ത്രൂ ഇൻസിനറേഷൻ അല്ലെങ്കിൽ പ്ലാസ്മ പൈറോലൈസിസ് ബിഫോർ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിസ്ട്രക്റ്റഡ്. അപ്പോൾ മറ്റ് കളേഴ്സ് എന്തൊക്കെയാണ്? യെല്ലോ ബാഗിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ഹ്യൂമൻ പാർട്സ് ആണ്. റെഡ് ബാഗിലാണെങ്കിലോ കണ്ടാമിനേറ്റഡ് റീസൈക്ലബിൾ വേസ്റ്റ് ആണ്, കത്തീറ്റേഴ്സ്, ട്യൂബിങ്സ്, ഗ്ലൗസ്, അതുപോലത്തെ സാധനങ്ങൾ. വൈറ്റിലാണെങ്കിൽ ഷാർപ്സ് ആണ്, അതും പങ്ക്ചർ പ്രൂഫ് കണ്ടെയ്നർ ആയിരിക്കണം. അപ്പോൾ ഷാർപ്സിൽ എന്തൊക്കെയാണ്? നീഡിൽസ്, സ്കാൽപ്പൽസ്, ബ്ലേഡ്, ഇതെല്ലാം അതിനകത്ത് വരും. ബ്ലൂ ബാഗ് ആണെങ്കിലോ ഗ്ലാസ് വെയർ ആണ്. പിന്നെ അതുപോലെ തന്നെ വയൽസ് ഒക്കെ ബ്രേക്ക് ചെയ്തിട്ട് വരുന്നതൊക്കെ അതിനകത്താണ് വരിക. മെഡിസിൻ ബോട്ടിൽസ്, വയൽ, ആംപ്യൂൾ, ഇതൊക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ബോഡി ടെമ്പറേച്ചർ ഫ്ലക്ച്വേറ്റ്സ് മോർ ദാൻ 2 degree above normal but does not reach normal between fluctuation. This is called as intermittent fever, relapsing fever, constant fever, remittent fever. അപ്പോൾ 2 ഡിഗ്രിക്ക് മേളിൽ ഫ്ലക്ച്വേറ്റ് ചെയ്യും, മോർ ദാൻ 2 degree above normal. So that type of fever is called as intermittent fever. ഇവിടെ 24 മണിക്കൂറിനിടയിൽ 2 ഡിഗ്രി it fluctuates often. More than 2 degree, നോർമലിൽ നിന്നും 2 degree above ആയിരിക്കും. ആൻഡ് ഇറ്റ് നെവർ കംസ് ബാക്ക് ടു നോർമൽ. തന്നെ ആ നോർമൽസിൽ ടച്ച് ചെയ്യത്തില്ല, എപ്പോഴും മുകളിലാണ് നിൽക്കുക. ആൻഡ് ഇറ്റ് കീപ്സ് ഫ്ലക്ച്വേറ്റിംഗ്. ഇത് ഈ ടൈപ്പ് ഓഫ് ഫീവർ എപ്പോഴാണ് കാണുന്നത്? ടൈഫോയിഡ്, ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ്, റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്, ഇതുപോലത്തെ കണ്ടീഷൻസിലാണ് കാണപ്പെടുന്നത്. സോ ഇൻ്റർമീഡിയറ്റ് ഫീവർ എന്ന് പറയുമ്പം ഇറ്റ് ഫോൾസ് ടു നോർമൽ. ഓക്കെ, ഫീവർ ഇങ്ങനെ കൂടി അതിന് തിരിച്ച് നോർമൽസി വരും, പിന്നെ കൂടും, അങ്ങനെയാണ്. ഇടവിട്ടുള്ള പനി, മലേറിയ, സെപ്റ്റിസീമിയയിലൊക്കെ അങ്ങനെ കാണാം. ഇൻ്റർമീഡിയറ്റ് ഫീവർ ഇത് ഒരിക്കലും നോർമലിലോട്ട് ടച്ച് ചെയ്യുന്നില്ല, ടൈഫോയിഡ്, എൻഡോകാർഡൈറ്റിസ് പോലുള്ള കണ്ടീഷൻസിൽ. റിലാപ്സിങ് ഫീവർ എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ച് സമയം പനി ഉണ്ടായി, പിന്നെ അത് കുറച്ച് സമയം പനി ഇല്ലാണ്ടിരിക്കും. എഫെബ്രൈൽ പീരീഡ്സ് ബിറ്റ്വീൻ ഫെബ്രൈൽ എപ്പിസോഡ്സ്. ബൊറേലിയ പോലുള്ള ലൗസ് ബോൺ ഇൻഫെക്ഷൻസിലൊക്കെ ഇങ്ങനെ റിലാപ്സിങ് ഫീവർ കാണാം. കോൺസ്റ്റന്റ് ഫീവർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരേപോലെ എലിവേറ്റ് ചെയ്ത് നിൽക്കും, വിത്ത് ലെസ് ദാൻ 1 degree വേരിയേഷൻ. സോ സീൻ ഇൻ ലോബർ, ന്യൂമോണിയ, ടൈഫോയിഡ്, ഇതുപോലത്തെ കണ്ടീഷൻസിലാണ്.
അടുത്തത്, which among the following manifestations should be observed by the nurse while caring for patients receiving epidural and morphine? അപ്പോൾ എപ്പിഡ്യൂറൽ മോർഫിൻ നമ്മൾ പെയിൻ റിലീഫിന് വേണ്ടി കൊടുക്കുന്നതാണ്. അപ്പോൾ എന്ത് മാനിഫെസ്റ്റേഷൻ ആണ് നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടത്? യൂറിനറി റിറ്റൻഷൻ ആൻഡ് പ്രൂറൈറ്റിസ്, ഹൈപ്പോടെൻഷൻ ആൻഡ് ഇൻകോണ്ടിനൻസ് ഓഫ് യൂറിൻ, ഹൈപ്പർ ടെൻഷൻ ആൻഡ് റെസ്പിറേറ്ററി ഡിപ്രഷൻ, ഹൈപ്പർ ടെൻഷൻ ആൻഡ് പ്രൂറൈറ്റിസ്. അപ്പോൾ എപ്പിഡ്യൂറൽ മോർഫിൻ കൊടുക്കുമ്പോൾ സൈഡ് ഇഫക്ട്സ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് യൂറിനറി റിറ്റൻഷനും പ്രൂറൈറ്റിസുമാണ്. യൂറിനറി റിറ്റൻഷൻ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ചാൽ ആ സേക്രൽ ഏരിയയിലുള്ള പാരസിമ്പത്തറ്റിക് നെർവ്സിന് സപ്രഷൻ ഉണ്ടാവും, വിച്ച് ഈസ് ആക്ച്വലി റെസ്പോൺസിബിൾ ഫോർ കൺട്രോളിങ് ദ ബ്ലാഡർ കൺട്രാക്ഷൻ. അപ്പോൾ പാരസിമ്പത്തറ്റിക്, സോ ദർ വിൽ ബി എ യൂറിനറി റിറ്റൻഷൻ. ആൻഡ് പ്രൂറൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഇച്ചിങ്, അത് സൈഡ് ഇഫക്റ്റ് ആണ്, വിച്ച് ഒക്കേഴ്സ് വിത്തൗട്ട് റാഷ്. അവിടെ റാഷസ് ഒന്നും ഉണ്ടാവില്ല, ബട്ട് ജസ്റ്റ് കീപ്സ് ദ സ്കിൻ കീപ്സ് ഗെറ്റിംഗ് ഇറിറ്റേറ്റഡ്. അടുത്തത് മറ്റു ഓപ്ഷൻസ് എന്തായിരുന്നു? ഹൈപ്പോ ടെൻഷൻ ആൻഡ് യൂറിനറി ഇൻകോണ്ടിനൻസ്. ഹൈപ്പോ ടെൻഷൻ അല്ല, ഹൈപ്പോ ടെൻഷൻ സാധാരണ കാണുന്നത് സ്പൈനൽ അനസ്തീഷ്യയിലാണ്. ഇവിടെ എപ്പിഡ്യൂറൽ മോർഫിൻ അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ യൂറിനറി ഇൻകോണ്ടിനൻസ് അല്ല, യൂറിനറി റിറ്റൻഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. എന്തുകൊണ്ടാണ്? പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെ സപ്രഷൻ കാരണമാണ് അങ്ങനെ സംഭവിക്കുക. ഹൈപ്പർ ടെൻഷൻ അല്ല. പക്ഷെ റെസ്പിറേറ്ററി ഡിപ്രഷൻ ക്യാൻ ഒക്കർ, ദാറ്റ് ടു ഡിലേഡ് ആഫ്റ്റർ, ലൈക്ക് മോർഫിൻ കൊടുത്ത് 6 to 12 hours കഴിയുമ്പോൾ ദർ ഈസ് എ ചാൻസ് ഓഫ് റെസ്പിറേറ്ററി ഡിപ്രഷൻ. പക്ഷേ ഇവിടുത്തെ കോമ്പിനേഷൻ എന്തായിരുന്നു? ഹൈപ്പർ ടെൻഷൻ ആൻഡ് റെസ്പിറേറ്ററി ഡിപ്രഷൻ എന്നാണ് കൊടുത്തേക്കുന്നത്. റെസ്പിറേറ്ററി ഡിപ്രഷൻ ഉണ്ട്, പക്ഷേ ഹൈപ്പർ ടെൻഷൻ അല്ല, ഹൈപ്പോ ടെൻഷനാണ് ഉള്ളത്. അതുകൊണ്ട് ഓപ്ഷൻ സി ശരിയല്ല. ഓക്കെ, നെക്സ്റ്റ് ഓപ്ഷൻ എന്തായിരുന്നു? ഹൈപ്പർ ടെൻഷൻ ആൻഡ് പ്രൂറൈറ്റിസ്. ഹൈപ്പർ ടെൻഷൻ അഗെയിൻ ഇറ്റ് ഇസ് നോട്ട് കോമൺലി സീൻ ഹിയർ, പ്രൂറൈറ്റിസ് ഉണ്ടെങ്കിലും, സോ ആ കോമ്പിനേഷനും ശരിയില്ല. സോ സൈഡ് ഇഫക്റ്റ് ഓഫ് മോർഫിൻ എന്തൊക്കെയാണ്? റെസ്പിറേറ്ററി ഡിപ്രഷൻ ആണ് ഒന്ന്. രണ്ടാമത്തത് യൂറിനറി റിറ്റൻഷൻ ആണ്, ഇൻകോണ്ടിനൻസ് അല്ല, യൂറിനറി റിറ്റൻഷൻ. പിന്നെ പ്രൂറൈറ്റിസ് അല്ലെങ്കിൽ ഇച്ചിങ്. ദെൻ നോസിയ, വോമിറ്റിംഗ് ആൻഡ് അൺസ്റ്റേബിൾ ഹിമോഡൈനമിക് പാരാമീറ്റേഴ്സ്. യൂഷ്വലി ഹൈപ്പോ ടെൻഷൻ ആണ്. സോ ഇതാണ് സൈഡ് ഇഫക്ട്സ് ഓഫ് മോർഫിൻ. Now coming to the next question, what is the type of enema administered to relieve gaseous distension? Direct question ആണ്. ക്ലെൻസിങ് എനിമ, കാർമിനേറ്റീവ് എനിമ, ആൻറ്റി ഹെൽമിന്തിക് എനിമ, റിറ്റൻഷൻ എനിമ. സോ പല തരത്തിലുള്ള എനിമ ഉണ്ട്. നമ്മൾ ഗേഷ്യസ് ഡിസ്റ്റൻഷൻ റിമൂവ് ചെയ്യാൻ കൊടുക്കുന്നതാണ് കാർമിനേറ്റീവ് എനിമ. എങ്ങനെ ഈ എനിമ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് വിൽ സ്റ്റിമുലേറ്റ് ദ പെരിസ്റ്റാൽറ്റിക് മൂവ്മെൻറ്റ്. ആ ബൗലിൻ്റെ ആ മൂവ്മെൻറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ അകത്തുള്ള ഗ്യാസ് എല്ലാം വെളിയിലേക്ക് പോകും. യൂഷ്വലി നമ്മൾ ഗ്ലിസറിൻ, മെഗ്നീഷ്യം സൾഫേറ്റ് ആൻഡ് വാം വാട്ടർ ചേർന്നിട്ടുള്ള ഒരു സൊല്യൂഷനാണ് കൊടുക്കുക. ആൻഡ് വെരി സ്മോൾ എമൗണ്ട് ലൈക്ക് 60 to 180 ml വി അഡ്മിനിസ്റ്റർ. സോ ദർ ആർ ലോട്ട് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എനിമ. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ക്ലെൻസിങ് എനിമ എന്തിനാ? ക്ലീൻ ചെയ്യാനാണ്, സർജറിക്ക് മുന്നേ ബവൽ ക്ലീൻ ചെയ്യാനാണ്. സോപ്പ് ആൻഡ് വാട്ടർ അല്ലെങ്കിൽ സലൈൻ എനിമ അല്ലെങ്കിൽ ടാപ്പ് വാട്ടർ ഒക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് ക്ലെൻസിങ് എനിമയായിട്ട്. റിറ്റൻഷൻ എനിമയാണെങ്കിലോ, റിറ്റൻഷൻ എന്ന് പറയുമ്പോൾ അകത്ത് വെച്ച് വെക്കും അല്ലേ, യൂഷ്വലി 30 minutes ആണ് നമ്മൾ വെക്കുക. അതെന്തിനാണ്? അബ്സോർപ്ഷൻ വെക്കാം, മെഡിസിൻസ് ഒക്കെ കൊടുത്തിട്ട് മെഡിസിൻ അബ്സോർബ് ചെയ്യാനായിട്ട് നമുക്ക് വെക്കാം. അതല്ലെങ്കിൽ സ്റ്റൂൾ സോഫനിങ്ങിന് നമുക്ക് റിറ്റൻഷൻ എനിമ യൂസ് ചെയ്യാം. സോ ഓയിൽ യു ക്യാൻ യൂസ് ആസ് എ സൊല്യൂഷൻ. ദെൻ മെഡിക്കേഷൻസ് യു ക്യാൻ യൂസ്. ചിലപ്പോൾ ന്യൂട്രിയൻ്റ് എനിമാസും ഇങ്ങനെ റിറ്റൻഷനായിട്ട് കൊടുക്കും, വളരെ റെയറായിട്ട്. അടുത്ത എന്താ? ഓയിൽ എനിമ. ഓയിൽ എനിമ കൊടുക്കുന്നത് ഹാർഡായിട്ടുള്ള സ്റ്റൂൾസിനെയൊക്കെ സോഫൻ ചെയ്യാനാണ്. പേരിൽ തന്നെ ഉണ്ട്, ഓയിലുണ്ട് അല്ലേ. അപ്പോൾ ഒലിവ് ഓയിലും കാസ്റ്റർ ഓയിലാണ് സാധാരണ നമ്മൾ കൊടുക്കുക. അടുത്ത എന്താ? മെഡിക്കേറ്റഡ് എനിമ. മെഡിക്കേറ്റഡ് എനിമ നമ്മൾ റെക്ടൽ റൂട്ട് വഴി മെഡിക്കേഷൻസ് കൊടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണിത്. നിയോമൈസിനോ കേക്സിലേറ്റോ ഒക്കെ. കേക്സിലേറ്റ് എന്ന് പറയുന്നത് അയോൺ എക്സ്ചേഞ്ച് റെസിനാണ്. എസ്പെഷ്യലി ഹൈപ്പർ കെലിമയിൽ പൊട്ടാഷ്യം അയോൺസിന് വെളിയിലേക്ക് തള്ളാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കേക്സിലേറ്റ്. പിന്നെ ആൻറ്റി ഹെൽമിന്തിക് എനിമ എന്ന് പറഞ്ഞാൽ ഇൻറ്റസ്റ്റൈനിലുള്ള പാരസൈറ്റ്സിനെ കൊല്ലാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈപ്പർട്ടോണിക് സലൈനും ക്വാസിയ എന്ന് പറയുന്ന ഒരു ഹെർബും നമുക്കതിന് യൂസ് ചെയ്യാം. ദെൻ ന്യൂട്രിയൻ്റ് എനിമ, ദറ്റ് ഇസ് നമുക്ക് ഓറലി ന്യൂട്രിയൻസ് കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ എനിമ വഴി ചെയ്യാം. ഗ്ലൂക്കോസോ അമിനോ ആസിഡ്സോ ഒക്കെ അങ്ങനെ അഡ്മിനിസ്റ്റർ ചെയ്യാം. കാർമിനേറ്റീവ് എനിമ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആസ്ട്രിഞ്ചൻ്റ് എനിമ എന്ന് പറഞ്ഞാൽ ആസ്ട്രിഞ്ചൻ്റ് യൂസ് ചെയ്യുന്നത് ബവലിൻ്റെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ടാണ്. ആലം സൊല്യൂഷനാണ് കൊടുക്കുക. എമോലിയൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എമോലിയൻ്റ് എന്ന് പറയുന്ന സാധനം നമ്മുടെ
സ്കിന്നിലൊക്കെ നമ്മൾ പുരട്ടത്തില്ല സൂതൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ എനിമ കൊടുക്കുന്നത് എന്തിനാണ്? ഇൻറ്റെസ്റ്റൈനൽ മ്യൂക്കോസിനെ സ്മൂതൻ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ സൂതനിങ് ഇഫക്റ്റിന് വേണ്ടിയിട്ടാണ്. നമ്മൾ സ്റ്റാർച്ചും മ്യൂസിലേജും ഒക്കെയാണ് അതിൽ എനിമയിൽ സൊല്യൂഷനായിട്ട് യൂസ് ചെയ്യുക. ഡയഗ്നോസ്റ്റിക് എനിമ ആണെങ്കിലോ നമ്മുടെ ബവലിനെ വിഷ്വലൈസ് ചെയ്യാനാണ്. അതിനകത്ത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ബേരിയം സൾഫേറ്റ് എനിമ, ബേരിയം മീല്, ബേരിയം എനിമ ഒക്കെ നിങ്ങൾ ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ ദറ്റ് കംസ് അണ്ടർ ബേരിയം എനിമ കംസ് അണ്ടർ ഡയഗ്നോസ്റ്റിക് എനിമ. Next question. In Six Sigma model, number of acceptable errors is 0.34 per 1 million occurrence, 0.43 per 1 million occurrence, 4.3 per 1 million occurrence, 3.4 per 1 million occurrence. അപ്പോൾ എന്താണ് സിക്സ് സിഗ്മ മോഡൽ? സിക്സ് സിഗ്മ എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് മെത്തഡോളജിയാണ്. അപ്പോൾ ഇതിലെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 3.4, ഫോർത്ത് ഓപ്ഷൻ 3.4 per 1 million ഒക്കറൻസ്. എന്ന് വെച്ചാൽ ഇപ്പോൾ സിഗ്മ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ വേരിയേഷന് കാണിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു സിമ്പിളാണ് സിഗ്മ എന്ന് പറയുന്നത്. സിക്സ് സിഗ്മ എന്ന് പറയുന്ന ഒരു മോഡലാണ്. നമ്മൾ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലും മാനുഫാക്ചറിങ് യൂണിറ്റിലും IT-ലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് മോഡലാണിത് സിക്സ് സിഗ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ മോഡലിൻ്റെ എയിം എന്താണെന്ന് വെച്ചാൽ മിനിമം എന്താ പറയുക, മാക്സിമം ആക്യുറസി, മിനിമം എറർ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പ്രോസസ്സിൽ സിക്സ് സിഗ്മയിൽ നമ്മൾ പറയുന്നത് എപ്പോഴും 3.4 ഡിഫെക്ട്സ് പെർ 1 മില്യൺ ഓപ്പർച്യൂണിറ്റീസ് എന്നാണ്. അപ്പോൾ 1 മില്യൺ ഓപ്പർച്യൂണിറ്റി എടുക്കുമ്പോൾ 3.4 ഡിഫെക്ട്സ് പാടുള്ളൂ. വെച്ചാൽ അത്രയ്ക്ക് അക്യുറേറ്റ് ആയിരിക്കണം. 99.999% അക്യുറേറ്റ് ആയിരിക്കണം ഈ പ്രോസസ്സ്. യൂഷ്വലി ഹെൽത്ത് കെയർ, മാനുഫാക്ചറിങ്, IT ഇൻഡസ്ട്രിയിലൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സിക്സ് സിഗ്മ പ്രോസസ്സിനെ പറ്റി ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകാം. ഇവിടെ വേരിയേഷൻ ഞാൻ പറഞ്ഞല്ലോ, അത് ഈ സിമ്പിളാണ് ഈ സിഗ്മ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ വേരിയേഷനെ മെഷർ ചെയ്യുന്നതാണ്. ഒത്തിരി വേരിയേഷൻ, ഇപ്പോൾ സിഗ്മ ഹൈ ആണെങ്കിൽ ഒത്തിരി വേരിയേഷൻ ഉണ്ടെന്നാണ് അർത്ഥം. ഓക്കെ, സിഗ്മ ലോ ആണെങ്കിൽ മിനിമം വേരിയേഷൻ. അതാണ് നമ്മുടെ ഐഡിയൽ എയിം എന്ന് പറയുന്നത്. മിനിമം വേരിയേഷൻ, അധികം വേരിയേഷൻ പാടില്ല വാല്യൂസ് തമ്മിൽ. സോ ഈ പ്രോസസ്സ് എങ്ങനെയെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മുടെ നഴ്സിംഗ് പ്രോസസ്സ് പോലത്തെ ഒരു പ്രോസസ്സാണ് ഇത്. ആദ്യം നമ്മൾ ഡിഫൈൻ ചെയ്യണം പ്രോബ്ലം എന്താണ്, നമ്മുടെ ഗോൾസ് എന്താണ്. ഒരു പ്രോജക്റ്റിൽ, ഒരു ഹെൽത്ത് കെയർ പ്രോജക്റ്റിൽ എടുക്കുവാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ അതിന് പ്രോബ്ലമൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് ഡിഫൈൻ ചെയ്ത് വെക്കണം. രണ്ടാമത്തെ എന്ത് ചെയ്യണം, നമ്മൾ അതിനെ മെഷർ ചെയ്യണം. എന്ന് വെച്ചാൽ ഡേറ്റ കളക്ട് ചെയ്യണം. കറണ്ട് പെർഫോമൻസിൻ്റെ ഡേറ്റ കളക്ട് ചെയ്യും. ഇപ്പം എങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അതിൻ്റെ ഡേറ്റ കളക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ ആ ഡേറ്റനെ മൊത്തത്തിൽ അനലൈസ് ചെയ്യും. എന്താണ് പ്രശ്നം എന്നറിയാൻ നമ്മളിത് അനലൈസ് ചെയ്യും. റൂട്ട് കോസ് അല്ലെങ്കിൽ ഡിഫക്റ്റ് അല്ലെങ്കിൽ വേരിയേഷൻ എന്താണ്, എന്തുകൊണ്ട് ഈ വേരിയേഷൻ വന്നു എന്ന് വെച്ചാൽ 10 പേര് 12 തരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ വേരിയേഷൻ വരില്ലേ? വരും. പക്ഷെ അതല്ല നമ്മുടെ ലക്ഷ്യം. നമ്മൾ ഹെൽത്ത് കെയറിൽ മിനിമം എറേഴ്സാണ് നമുക്ക് ആഗ്രഹിക്കുന്നത്, അല്ലേ? ഒരു ചെറിയ എറർ തന്നെ ചിലപ്പം ഒരു ജീവനെ എടുത്തേക്കാം. അതുകൊണ്ട് തന്നെയാണ് ഹെൽത്ത് കെയറിൽ സിക്സ് സിഗ്മ മോഡലിൻ്റെ ഇമ്പോർട്ടൻസ് അത്രയധികം ഉള്ളത്. അപ്പോൾ നമുക്ക് എററിൻ്റെ ഒരു റൂട്ട് കോസ് നമ്മൾ, അല്ലെങ്കിൽ ഡിഫക്റ്റിൻ്റെ ഒരു റൂട്ട് കോസ് ഐഡൻറ്റിഫൈ ചെയ്യും. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുക, അതിനെ ഇംപ്രൂവ് ചെയ്യണം. ഈ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ, ബെസ്റ്റ് സൊല്യൂഷൻ കണ്ടുപിടിച്ച് അതിനെ ഫിക്സ് ചെയ്യുക. ആൻഡ് ലാസ്റ്റ് എന്താണ്, കൺട്രോൾ എന്ന് വെച്ചാൽ ഈ ഹോൾ പ്രോസസ്സിനെ മോണിറ്റർ ചെയ്യുക. ടു കീപ്പ് ആ ഇംപ്രൂവ്മെൻറ്റിന് അങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് പോകണം. ഇംപ്രൂവ് ചെയ്തിരിക്കുന്നു, പിന്നെ അത് താഴേക്ക് പോകാൻ പാടില്ല. അതങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് പോകണം എന്നുള്ളതാണ് ഈ സിക്സ് സിഗ്മ മോഡലിൻ്റെ ലക്ഷ്യം. അപ്പം ആദ്യം തന്നെ നമ്മൾ ഗോൾസ് ഡിഫൈൻ ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലംസിനെ പ്രോപ്പറായി ഡിഫൈൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഡേറ്റ എല്ലാം കളക്ട് ചെയ്യും ആ പ്രശ്നത്തിനെ പഠിക്കാനായിട്ട്. മൂന്നാമത്തെ ആ കളക്ട് ചെയ്ത ഡേറ്റനെ അനലൈസ് ചെയ്തിട്ട് എന്താണ് പ്രശ്നം, എന്തുകൊണ്ട് ഈ പ്രശ്നം വന്നു എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ പ്രശ്നത്തിന് ഇംപ്രൂവ് ചെയ്യാനുള്ള സൊല്യൂഷൻസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വിൽ ട്രൈ ടു ഫിക്സ് ദ പ്രോബ്ലം. ആൻഡ് ഫൈനലി സൊല്യൂഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വി ഹാവ് ടു കീപ്പ് ഓൺ മോണിറ്ററിങ് ഇറ്റ് സോ ദാറ്റ് ആ സൊല്യൂഷനെ നമുക്ക് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റണം. സോ ദീസ് ആർ ദ സ്റ്റെപ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്പെസിഫിക്കേഷൻ ഓഫ് കോണ്ടന്റ്സ്, മെത്തേഡ്സ് ആൻഡ് റിലേഷൻഷിപ്സ് ഓഫ് ജോബ് ഇൻ ഓർഡർ ടു സാറ്റിസ്ഫൈ ടെക്നോളജിക്കൽ ആൻഡ് ഓർഗനൈസേഷണൽ റിക്വയർമെൻറ്റ് ആസ് വെൽ ആസ് ദ സോഷ്യൽ ആൻഡ് പേഴ്സണൽ റിക്വയർമെൻറ്റ്സ് ഓഫ് ദ ജോബ് holder is called as job analysis, job design, job description, job specification. നീണ്ട ചോദ്യമാണ്, അപ്പോൾ ഒന്നുമില്ല, നമുക്ക് ഒന്നുകൂടെ വായിക്കാം. കോണ്ടന്റ്, മെത്തേഡ് ആൻഡ് റിലേഷൻഷിപ്പ് ഓഫ് ജോബ്
ഇൻ ഓർഡർ ടു സാറ്റിസ്ഫൈ ടെക്നോളജിക്കൽ ആൻഡ് ഓർഗനൈസേഷണൽ റിക്വയർമെൻറ്റ്. അതാണ് ആദ്യത്തെ കാര്യം. ആസ് വെൽ ആസ് പിന്നെന്താ, സോഷ്യൽ ആൻഡ് പേഴ്സണൽ റിക്വയർമെൻറ്റ് ഓഫ് ദി എംപ്ലോയി. അപ്പോൾ എംപ്ലോയറിൻ്റെ ജോബ് ഹോൾഡർ എന്ന് പറഞ്ഞാൽ എംപ്ലോയി. അപ്പോൾ എംപ്ലോയറിൻ്റെ എന്ന് വെച്ചാൽ നമുക്ക് പണി തരുന്ന ആളുടെ ടെക്നോളജിക്കൽ ഓർഗനൈസേഷൻ റിക്വയർമെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യണം. പണിയെടുക്കുന്ന നമ്മുടെ പേഴ്സണൽ സോഷ്യൽ റിക്വയർമെൻറ്റ്സും ഫുൾഫിൽ ചെയ്യണം. അതിനെ സ്പെസിഫൈ ചെയ്യുന്നത് എന്താണെന്നാണ് ചോദ്യം. അതിനെയാണ് ജോബ് ഡിസൈൻ എന്ന് പറയുന്നത്. ജോബ് ഡിസൈൻ. നമ്മളൊരു വസ്ത്രം ധരിക്കാൻ തയ്പ്പിച്ചെടുക്കാനായിട്ട് പോകുമ്പോൾ നമുക്കൊരു ഡിസൈൻ മനസ്സിലുണ്ടാവും അല്ലേ? ചുരിദാർ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ പാൻറ് എങ്ങനെയായിരിക്കണം, ഷർട്ട് എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമുക്കൊരു ഡിസൈൻ മനസ്സിലുണ്ടാവും. അതെന്ന് വെച്ചാൽ നമുക്ക് ഫിറ്റ് ആവണം, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണം, ഈ കളർ നമുക്ക് സ്യൂട്ട് ആവണം, ഈ ഡിസൈൻ നമുക്ക് ശരിയാവണം, നമ്മുടെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മളത് ഒരു ഡ്രസ്സിൻ്റെ ഡിസൈനൊക്കെ നമ്മൾ ഫൈനലൈസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ജോബാണെങ്കിലും നമ്മൾ ജോബിനെ ഡിസൈൻ ചെയ്യുമ്പം ആ ജോബ് എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞാൽ, ആ ഡിസൈൻ എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ്റെ ഇത് മീറ്റ് ചെയ്യണം അല്ലേ? അതുപോലെ തന്നെ ഒപ്പം തന്നെ എംപ്ലോയിയുടെ കുറേ ആഗ്രഹങ്ങളൊക്കെ, നമുക്ക് പൈസ കിട്ടണം, നമുക്ക് റിവാർഡ് ഉണ്ടാവണം, മോട്ടിവേഷൻ ഉണ്ടാവണം, നമുക്ക് നാളെയും അതേ സ്ഥാപനത്തിൽ പോയി വർക്ക് ചെയ്യാനുള്ള ഒരു എന്തൂസിയാസം ഉണ്ടാവണം. അപ്പോൾ ഇത് രണ്ടും മീറ്റ് ചെയ്യത്തക്ക രീതിയിൽ നമ്മൾ ജോലിയുടെ മീൻസ് ആ ജോബിൻ്റെ ടാസ്ക്, റെസ്പോൺസിബിലിറ്റി ഇതൊക്കെ ഡിസൈൻ ചെയ്ത് വെക്കുന്നതാണ് ജോബ് ഡിസൈൻ എന്ന് പറയുന്നത്. സോ ഓർഗനൈസേഷൻ്റെ ടാസ്ക്, ഡ്യൂട്ടീസ്, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് ഇതൊക്കെയും ഡിസൈൻ ചെയ്ത് സോ ദാറ്റ് ഇറ്റ് ബിക്കംസ് വെരി പ്രൊഡക്റ്റീവ്. ഇപ്പം എംപ്ലോയർ പറയുന്നു നീ ഇതൊക്കെ ചെയ്യൂ എന്ന് പറയുമ്പോൾ നമുക്കത് ഇഷ്ടമല്ല, എനിക്കത് ഇഷ്ടമല്ല ചെയ്യാൻ. അപ്പോൾ എന്താ പറ്റും, ഐ എം ബീങ് ഫോഴ്സ്ഡ് ടു ഡൂ ദാറ്റ്. അപ്പോൾ എൻ്റെ പ്രൊഡക്ടിവിറ്റി കുറയും അല്ലേ? അപ്പോൾ അങ്ങനെ വരാതിരിക്കാണ് ഈ ജോബ് ഡിസൈൻ ചെയ്തേക്കുക. സോ ദാറ്റ് ഇറ്റ് ഇംപ്രൂവ്സ് അവർ സാറ്റിസ്ഫാക്ഷൻ ആസ് വെൽ ആസ് അവർ പ്രൊഡക്ടിവിറ്റി. ഓക്കെ. സോ നമ്മുടെ മോട്ടിവേഷനും നമ്മുടെ റിവാർഡ്സും ഒക്കെ പ്രോപ്പർ ആണെങ്കിൽ തരുന്ന പണി നമ്മൾ മര്യാദയ്ക്ക് എടുക്കും അല്ലേ? സോ അതുപോലെ തന്നെ റിസോഴ്സ് അലോക്കേഷനും പ്രോപ്പർ ആയിരിക്കണം. 10 പേർക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി 15 പേരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ഇറ്റ് ഇസ് നോട്ട് എ പ്രോപ്പർ റിസോഴ്സ് അലോക്കേഷൻ. 10 പേർക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി 5 പേരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് റിസോഴ്സ് അലോക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. സോ എംപ്ലോയി മോട്ടിവേഷനും സാറ്റിസ്ഫാക്ഷനും ഒക്കെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. എർഗണോമിക്സ് ഇതെല്ലാം വരുന്നതാണ് ജോബ് ഡിസൈൻ. മറ്റ് ഓപ്ഷൻസ് എന്തൊക്കെയായിരുന്നു? ഓക്കെ, ജോബ് ഡിസൈൻ നമ്മൾ കണ്ടു. ജോബ് അനാലിസിസ്. ജോബ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ജോബിനെ പറ്റിയുള്ള എല്ലാ ഡേറ്റയും കളക്ട് ചെയ്ത് അനലൈസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. സോ ഓൾ ദ ഇൻഫർമേഷൻ അബൌട്ട് ദാറ്റ് പർട്ടിക്കുലർ ജോബ്. ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാലോ ഈ ജോബ്, ഈ പണിക്ക് മീൻസ് ഈ പണിയിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ് അത് എന്നുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ വീട്ടിലൊരു പണിക്കാരൻ നമ്മൾ വിളിച്ചു, രാവിലെ ഇച്ചിരി പുറം പണിക്കാനായിട്ട് നമ്മൾ വിളിച്ചു. അപ്പം നമ്മൾ അയാളോട് പറയുക, നിങ്ങൾ ഇന്ന് 8 മണി മുതൽ 2 മണി വരെയാണ് നിങ്ങളുടെ ജോലി. നിങ്ങൾ ഇവിടെ എല്ലാം മുറ്റമെല്ലാം അടിച്ച് വാരണം, പുല്ലൊക്കെ ചെത്തിക്കളയണം, മാവിൻ്റെ കൊമ്പൊക്കെ ഒന്ന് കോതി വിടണം, അപ്പുറത്ത് ബാക്ക് സൈഡിൽ ഒരു പശുവിൻ്റെ തൊഴുത്തുണ്ട്, ആ തൊഴുത്ത് ഒന്ന് ക്ലീൻ ചെയ്ത് വിടുക. ഇത്രയാണ് നിങ്ങളുടെ ഇന്നത്തെ പണി എന്ന് പറയുമ്പോൾ അതാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ. ഓക്കെ. അടുത്തത് ജോബ് സ്പെസിഫിക്കേഷൻ. ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ആരാണ് ആ പർട്ടിക്കുലർ ജോബിന് ഫിറ്റ് ആവുന്നത് എന്നുള്ള, എന്ന് വെച്ചാൽ ആ വ്യക്തിയുടെ സ്കിൽസും ക്വാളിഫിക്കേഷൻസും ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മളൊരു ഹോം നേഴ്സിനെ വെക്കാൻ തീരുമാനിച്ചു വീട്ടിൽ. അപ്പോൾ നമ്മൾ പറയത്തില്ലേ, ഈ കുട്ടി പ്രീവിയസ് എക്സ്പീരിയൻസ് ഉള്ളതായിരിക്കണം, 50 വയസ്സിന് മേലുള്ള ആൾക്കാരെ വേണ്ട, വേറെ ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്നിട്ടുള്ള അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീട്ടിലുള്ളതായിരിക്കണം, കുക്കിംഗ് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ റൈറ്റ്സ് ടു ഫീഡിങ് കൊടുക്കാൻ അറിഞ്ഞിരിക്കും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പറയും. അതാണ് ജോബ് സ്പെസിഫിക്കേഷൻ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 4/5 rule. 4/5 rule is connected with labor turnover analysis, internal transfer, inventory turnover ratio, adverse impact in selection process. അപ്പോൾ ഈ 4/5 റൂൾ എന്താണ്? 4/5 റൂൾ? അതിൻ്റെ വേറൊരു പേരാണ് 80% റൂൾ എന്ന് പറയുന്നത്. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹയറിംഗ് പ്രോസസ്സിൽ വേറെ ബയസ് ഒന്നും ഇല്ലാതെ ഇരിക്കാൻ. ചില ആൾക്കാർക്ക് ഉണ്ടാവുമല്ലോ, നമ്മൾ പെണ്ണുങ്ങളെ എടുക്കത്തില്ല. അങ്ങനെ പണ്ട് BSc നഴ്സിംഗ് പഠിക്കാൻ നേരത്ത് ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന സമയത്ത് 3 ബോയ്സിന് മാത്രമേ അലൗഡ് ആയിരുന്നുള്ളൂ. അത് കഴിഞ്ഞാണ് പിന്നെ എല്ലാ സിറ്റുവേഷൻസും മാറിയത്. അപ്പം അത് ഒരു ഫെയർ അല്ല ആ പ്രോസസ്സ് എന്ന് പറഞ്ഞ് കേസ് കൊടുത്ത് മാറ്റിച്ചതാണ് ആ നിയമം. അപ്പം 80% റൂൾ എന്ന് പറയുന്നത് സംതിങ് സിമിലർ എന്ന് വെച്ചാൽ ഒരു ഹയറിംഗ് പ്രോസസ്സ്, നമ്മളൊരു സ്ഥാപനത്തിലേക്ക് ആൾക്കാരെ എടുക്കുമ്പോൾ
അവിടെ ഫെയർ ആയിട്ടാണോ ആ പ്രോസസ്സ് നടന്നിട്ടുള്ളത് എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഇത്. ലൈക്ക് ഫോർ എക്സാമ്പിൾ വിമൻ അല്ലെങ്കിൽ അതർ മൈനോറിറ്റി ഗ്രൂപ്പ്സിനും ഈക്വൽ റെപ്രസെൻറ്റേഷൻ കിട്ടുന്നുണ്ടോ എന്നുള്ളത്, ആൻഡ് ടു മേക്ക് ഷുവർ ദാറ്റ് ദേ ആർ നോട്ട് ട്രീറ്റഡ് അൺഫെയർലി. സോ ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഇപ്പം നമ്മൾ ഒരു സ്ഥാപനത്തിലേക്ക് 100 മെയിൽ നഴ്സസ് അപ്ലൈ ചെയ്തു, അല്ലെങ്കിൽ ഫാക്ടറി എടുക്കാം, ഒരു ഫാക്ടറിയിലേക്ക് 100 ആണുങ്ങൾ അപ്ലൈ ചെയ്തു, 100 പെണ്ണുങ്ങളും അപ്ലൈ ചെയ്തു. അപ്പോൾ ഈ 100 ആണുങ്ങൾ അപ്ലൈ ചെയ്തതിൽ 60 പേരെ അവരെടുത്തു. 100 പെണ്ണുങ്ങൾ അപ്ലൈ ചെയ്തതിൽ 30 പേരെ എടുത്തിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ നടന്നു എന്ന് നമുക്ക് പറയാം. കാരണം 30% നമ്മളിപ്പോൾ 60 ആണുങ്ങളെ എടുത്ത സ്ഥലത്ത് 30 പെണ്ണുങ്ങളെ എടുത്തിട്ടുള്ളൂ എന്ന് പറയുമ്പം ഇതിനെ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന 0.1% അല്ലെങ്കിൽ 50%. ഓക്കെ, 0.5 ആണ്. ഓർ യു ക്യാൻ സേ 50% ആൾക്കാരെയാണ് എടുത്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഇവിടെ ആണുങ്ങൾ 60% എടുത്തപ്പം ഇവിടെ ഇറ്റ് ഈസ് ഓൺലി ഫീമെയിൽസിൽ ഓൺലി 50% ദേ ഹാവ് ടേക്കൺ ഔട്ട് ഓഫ് ദാറ്റ് 60. ഓക്കെ, 100 പേര് അപ്ലൈ ചെയ്തതിൽ 50% എന്നല്ലേ പറയുന്നത്. ഈ 60% ആണുങ്ങളെ ആയിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ, കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, നമ്മൾ പെണ്ണുങ്ങളുടെ റിക്രൂട്ട്മെൻറ്റ് നോക്കുമ്പോൾ 50% ഉള്ളൂ. വേറാസ് മെൻ ഹാവ് റിസീവ്ഡ് ലൈക്ക് ദേ 100 പേര് അപ്ലൈ ചെയ്തതിൽ 60 പേരെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പകുതിയെ വരുന്നുള്ളൂ ഫീമെയിൽസിന് എടുത്ത. അപ്പോൾ അവിടുത്തെ അൺഫെയർ അല്ലെങ്കിൽ ബയസ്ഡ് എന്നാണ് അർത്ഥം. കാരണം ഇറ്റ് ഈസ് ഫോളോയിങ് ലെസ് ദാൻ 80%. അപ്പോൾ ഈ നിയമം പറയുന്നത് 80% റൂൾ എന്ന് പറയുന്നത് ഈ മറ്റേ ഗ്രൂപ്പും വിമൻ അല്ലെങ്കിൽ മൈനോറിറ്റി ഗ്രൂപ്പിലും 80% ഓർ മോർ വെയിറ്റേജ് വേണം, റിക്രൂട്ട്മെൻറ്റ് വേണം എന്നുള്ളതാണ്. ഓക്കെ, സോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ 30 പേരെ എടുക്കുന്നതിന് പകരം 50 പേരെ ഇവർ എടുത്തു എന്ന് വെച്ചോളൂ. അപ്പോൾ എങ്ങനെയാണ് വരിക നമ്മുടെ റേഷ്യോ? 50/60. സോ ഇറ്റ് കംസ് ടു അറൗണ്ട് 50% / 60%, ഇറ്റ് കംസ് ടു അറൗണ്ട് 83.33 അങ്ങനെ വരും, ശതമാനമായിട്ട് വരും. ഓക്കെ, ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് സാറ്റിസ്ഫൈങ് ദ 80% റൂൾ. ഓക്കെ, ഇൻ ഷോർട്ട് ചുരുക്കം പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഒരു ഗ്രൂപ്പിന് മറ്റൊരു ഗ്രൂപ്പിനെക്കാട്ടിലും കുറവായിട്ട് ഹയർ ചെയ്യുവാണെങ്കിൽ യു ഹാവ് ടു റിവ്യൂ യുവർ സെലക്ഷൻ പ്രോസസ്. ദാറ്റ് ഷുഡിൻ ഹാപ്പൻ. സോ ദിസ് ഈസ് ആക്ച്വലി അക്കോർഡിംഗ് ടു ദി ഈക്വൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ലോ പ്രകാരമാണ് ഈ 80% റൂൾ നമ്മൾ വെച്ചിട്ടുള്ളത്. സോ ഇറ്റ്സ് എ ലീഗൽ സ്റ്റാൻഡേർഡ് ടു ബി ഇംപ്ലിമെൻറ്റഡ്. Next one, job shadowing is connected with work assessment, apprenticeship, job analysis, job descriptive index. So job shadowing is connected with job or work assessment. എന്ന് പറഞ്ഞാൽ ഒരു ജോബ് ഷാഡോ എന്ന് പറഞ്ഞാൽ നിഴൽ അല്ലേ. ഒരാളിങ്ങനെ ഫ്രണ്ടിലോട്ട് പോകുന്നു, അയാളുടെ നിഴൽ മാതിരി അയാളെ നമ്മൾ ഫോളോ ചെയ്യുന്നു. എന്തിനാ? അയാൾ ചെയ്യുന്ന കാര്യങ്ങളും വർക്കും ടാസ്കുകളും എന്തൊക്കെയാണ് അയാൾ ചെയ്യുന്നത് അതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇവിടെ ഒരാളിരിക്കുന്നു, ഇന്നൊരുത്തൻ അതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നു. സോ അതാണ് ഷാഡോയിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡേ ടു ഡേ ആക്ടിവിറ്റീസും ടാസ്കും വർക്ക് എക്സ്പെക്റ്റേഷൻസും സ്കിൽ ഇൻവോൾവ്മെൻറ്റും ഒക്കെ നോക്കാനായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഒരു കൊച്ചു നഴ്സിംഗിന് ജോയിൻ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് തന്നെ, അയാൾ നഴ്സ് ആവണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു സീനിയർ നഴ്സിൻ്റെ ഒപ്പം പുറകെ വാലുപോലെ നടന്ന് അവരെന്തൊക്കെ ചെയ്യണുണ്ടോ, അവരുടെ ടാസ്കുകൾ എന്താണ്, അവരെന്തൊക്കെ ചെയ്യുന്നു, ആരൊക്കെ മീറ്റ് ചെയ്യുന്നു, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതെല്ലാം നമുക്ക് നോക്കാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ അതിനെയാണ് ജോബ് ഷാഡോയിങ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ആരും നഴ്സിംഗിന് പോകത്തില്ല അല്ലേ. അപ്പം അതാണ് ജോബ് ഷാഡോയിങ്. അടുത്തത് എന്താണ്? അപ്രന്റീസ്ഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു വലിയ സീനിയറിൻ്റെ കൂടെ പോയി ജൂനിയറായിട്ട് പണി പഠിക്കുക, കൈ തെളിയിക്കുക, അതാണ്. സോ ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് അണ്ടർ എ സ്കിൽഡ് വർക്ക്. ജോബ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ജോബിന് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും കളക്ട് ചെയ്ത് അനലൈസ് ചെയ്ത് വെക്കുന്നതാണ്. പിന്നെ ജോബ് ഡിസ്ക്രിപ്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഇതുമായിട്ടൊന്നും റിലേഷൻ ഇല്ല. ഇതൊരു എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ്റെ സർവേ ടൂളാണ്. അവരുടെ ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സർവേ ടൂളാണ്. അടുത്ത ചോദ്യം, ബെസ്റ്റ് സ്ട്രാറ്റജി ഫോർ ഇംപ്രൂവിങ് എ നോൺ പെർഫോമിംഗ് വർക്കർ. പണിയെടുക്കാത്തവനെ എങ്ങനെ പണിയെടുപ്പിക്കാം എന്നുള്ളതാണ് ചോദ്യം. കോച്ചിങ്, മെൻറ്ററിങ്, ട്രെയിനിങ്, കൗൺസിലിംഗ്. എങ്ങനെ ചെയ്യാം? കോച്ചിങ് ആണ് ബെസ്റ്റ് സ്ട്രാറ്റജി. കാരണം നമ്മളിവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇയാൾക്ക് എന്തുകൊണ്ട് പണിയെടുക്കാൻ പറ്റത്തില്ല എന്ന് നമ്മൾ ആദ്യം അന്വേഷിക്കും. അത് കഴിഞ്ഞിട്ട് എടാ ഇന്ന് നീ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞൊരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഇയാളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് ഓക്കെ ഇവിടെയാണ് നിൻ്റെ പ്രശ്നം, നീ ഇങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞൊരു ഫീഡ്ബാക്ക് കൊടുക്കും. അപ്പോൾ എന്താ പറ്റും? ഇയാൾക്ക് കോൺഫിഡൻസും വരും, ഇയാൾക്ക് ആ സ്കില്ലും വരും.
ഇപ്പോൾ പുറത്ത് വേറെ ഈ ക്ലിനിക്കൽ ഫെസിലിറ്റി ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് പഠിച്ചു വരുന്ന നഴ്സിംഗ് സ്റ്റുഡൻസ് ഉണ്ടല്ലോ, അവർക്ക് ഇതൊരു ബെസ്റ്റ് സ്ട്രാറ്റജിയാണ്. അപ്പോൾ അവർ വരുമ്പം ചില നല്ല ഹോസ്പിറ്റൽസിലോട്ടൊക്കെ ചെല്ലുമ്പം അവർക്ക് ഇങ്ങനൊരു ടീം തന്നെ ഉണ്ട്. അവരെ കോച്ച് ചെയ്ത് അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് അവർക്ക് ഫീഡ്ബാക്ക് കൊടുത്ത് നേരെ ശരിയാക്കി എടുത്തുകൊണ്ട് വരിക. 2 വർഷം കഴിയുമ്പോൾ അവർ വിദേശത്തേക്ക് പോവുകയും ചെയ്യും. സോ കോച്ചിങ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് സ്ട്രാറ്റജി ടു ഇംപ്രൂവ് എനി പെർഫോമൻസ്. വെച്ചാൽ നോൺ പെർഫോമിംഗ് വർക്കേഴ്സിനെ ശരിയാക്കാനുള്ള ഏറ്റവും നല്ല മെത്തേഡ്. അപ്പോൾ അവർക്ക് അക്കൗണ്ടബിലിറ്റി, മോട്ടിവേഷൻ ഒക്കെ വരും. സോ കോച്ചിങ് നമ്മൾ പറഞ്ഞു. മറ്റു ഓപ്ഷൻസ് എന്തായിരുന്നു? മെൻറ്ററിങ്. മെൻറ്ററിങ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു സീനിയർ ആയിട്ടുള്ള ഒരാളുടെ കീഴിൽ നമ്മൾ കരിയർ ഡെവലപ്പ് ചെയ്യുക. നമ്മുടെ വക്കീലന്മാരൊക്കെ കണ്ടിട്ടില്ലേ, ഒരു ജൂനിയർ ആയിട്ട് പാസ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജൂനിയർ വക്കീലായിട്ട് വലിയ സീനിയർ വക്കീലന്മാരുടെ പുറകെ ഇങ്ങനെ കേസ് കിട്ടും പിടിച്ച് ഇങ്ങനെ നടക്കും. അതാണ് മെൻറ്റർ. ആ ഒരു കോൺസെപ്റ്റാണ് അവരുടെ പ്രൊഫഷണൽ മെൻറ്റോറിങ്. പെട്ടെന്ന് തന്നെ നമുക്കൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. എത്രയെങ്കിലും വർഷം ഒരു മെൻറ്ററിൻ്റെ കീഴിൽ, സീനിയർ വക്കീലിൻ്റെ കീഴിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പറ്റുകയുള്ളൂ. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താ? സ്കിൽ ബിൽഡിങ് അല്ലേ. നമ്മൾ ഓസ്കിയൊക്കെ ചെയ്യും, അല്ലെങ്കിൽ മാനിക്കൻസിൻ്റെ പുറത്തൊക്കെ ചെയ്ത് നമ്മുടെ സ്കില്ല് ബിൽഡ് ചെയ്യുന്നത്, അതിനെയാണ് ട്രെയിനിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. കൗൺസിലിംഗ് ആണെങ്കിൽ മോസ്റ്റ്ലി ഇറ്റ് സൈക്കോളജിക്കൽ റിലേറ്റഡ്, നമ്മുടെ ഇമോഷണൽ സപ്പോർട്ട് അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്ന പേഴ്സണൽ സപ്പോർട്ടിലൊക്കെ തരുന്നതാണ് കൗൺസിലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡീപ് ട്രാൻസ്വേഴ്സ് അറസ്റ്റ് ക്യാൻ ഒക്കർ ഇൻ which position? Right sacroanterior, right occipitoposterior, left mentoanterior, left sacroposterior. അപ്പോൾ ഡീപ് ട്രാൻസ്വേഴ്സ് അറസ്റ്റ് ആക്ച്വലി റൈറ്റ് occipitoposterior പൊസിഷനിലാണ്. എന്ന് വെച്ചാൽ കൊച്ചിൻ്റെ തല when it comes down, so this is mostly seen in right occipitoposterior position. വെച്ചാൽ ബേബിയുടെ ഓക്സിപിറ്റ് എവിടെയാണ്? അമ്മയുടെ റൈറ്റ് സൈഡ് പോസ്റ്റീരിയർ, അമ്മയുടെ റൈറ്റ് പോസ്റ്റീരിയർ സൈഡിലായിട്ടാണ് കൊച്ചിൻ്റെ തലയിരിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ഇന്റേർണലി റൊട്ടേറ്റ് ചെയ്ത് ഫ്രണ്ടിൽ വന്ന് വേണം വെളിയിലേക്ക് വരാൻ. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ആ റൊട്ടേഷൻ നടക്കത്തില്ല. ഇറ്റ് ഗെറ്റ് സ്റ്റക്ക് ഇൻ ദ ട്രാൻസ്വേഴ്സ് പൊസിഷൻ. ദാറ്റ് ഈസ് കോൾഡ് ഡീപ് ട്രാൻസ്വേഴ്സ് അറസ്റ്റ്. എസ്പെഷ്യലി ദിസ് ഹാപ്പൻസ് ഇൻ ആൻഡ്രോയിഡ് ഓർ ആന്ത്രോപോയിഡ് പെൽവിസ്. ആ മെയിൽ കൈൻഡ് ഓഫ് പെൽവിസിലാണ്, അങ്ങനത്തെ പെൽവിസ് ഉള്ളവരിലാണ് ഇത് കൂടുതലും കാണുന്നത്. കാരണം സ്പേസ് ഇല്ല, ഡയമീറ്റർ കുറവല്ലേ, അപ്പോൾ ഇറ്റ് ഗെറ്റ് സ്റ്റക്ക് ദെയർ ട്രാൻസ്വേഴ്സ്. അപ്പോൾ ROP പൊസിഷനിലാണ് ഈ ഡീപ് ട്രാൻസ്വേഴ്സ് അറസ്റ്റ് നടക്കുന്നത്. മറ്റ് പൊസിഷൻസ് എന്തൊക്കെയായിരുന്നു? റൈറ്റ് സേക്രോ ആൻറ്റീരിയർ, ഇത് ബ്രീച്ച് പ്രസൻറ്റേഷനിലാണ്. സോ ഇവിടെ ഒന്നും ട്രാൻസ്വേഴ്സ് അറസ്റ്റിൻ്റെ കാര്യമൊന്നും വരുന്നില്ല. ലെഫ്റ്റ് മെൻറ്റോ ആൻറ്റീരിയർ ആണെങ്കിലോ ഫേസ് പ്രസൻറ്റേഷൻ അല്ലേ, അവിടെയും ഒരു ട്രാൻസ്വേഴ്സ് അറസ്റ്റിൻ്റെ സംഭവം നടക്കുന്നില്ല. ലെഫ്റ്റ് സേക്രോ പോസ്റ്റീരിയർ ആണെങ്കിൽ ബ്രീച്ച് പ്രസൻറ്റേഷനിൽ. സോ these are all unrelated to deep transverse arrest. അടുത്ത ചോദ്യം, superficial edema and bruising in the subcutaneous fatty tissue around umbilicus is called as Stalworthy sign, Bagel sign, Cullen sign and Spalding sign. അപ്പോൾ the edema and bruising around the umbilicus ആണ്, that is called as Cullen sign. Cullen sign എന്ന് പറയുന്നത് ദാ ഇവിടെ ഈ പിക്ചറിൽ കാണാൻ പറ്റും. ദാ ഇത് കണ്ടോ, ഇത് അംബിലിക്കസ് ആണ്. അംബിലിക്കസിന് ചുറ്റും താഴെയോ ഇവിടെ ചുറ്റും ഇവിടെയൊക്കെ വരാം കേട്ടോ, ജസ്റ്റ് അറൗണ്ട് ദി അംബിലിക്കസ് എന്നുള്ളൂ. അപ്പോൾ ഒരു നീലിച്ച് കിടക്കുന്ന ഒരു സ്കിൻ സൈനാണ് കല്ലൻ സൈൻ എന്ന് പറയുന്നത്. ഇത് യൂഷ്വലി സബ്ക്യൂട്ടേനിയസ് ബ്ലീഡിങ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് ആ ഒരു ഡിസ്കളറേഷൻ സബ്ക്യൂട്ടേനിയസ് ബ്ലീഡിങ്ങിനെയാണ് അത് കാണിക്കുന്നത്. ദിസ് ഈസ് കോമൺലി സീൻ ഇൻ പാൻക്രിയാറ്റൈറ്റിസ്, അതും ഹെമറാജിക് പാൻക്രിയാറ്റൈറ്റിസ് നമുക്ക് അങ്ങനെ കാണാം. രണ്ടാമത് റപ്ചേർഡ് എക്ടോപിക് പ്രഗ്നൻസിയിലും ഈ കല്ലൻ സൈൻ കാണാം. ദെൻ എനി അബ്ഡോമിനൽ ട്രോമ ഓർ ഇൻട്രാ അബ്ഡോമിനൽ ബ്ലീഡിങ്. സോ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ബ്ലഡ് അതിനകത്ത് അവിടെ ബ്ലീഡ് ചെയ്തിട്ട് facial planes വഴി it is seen in the subcutaneous or it comes in the subcutaneous tissue near the umbilicus. So അകത്തുനിന്ന് അതിങ്ങനെ ഡിഫ്യൂസ് ചെയ്ത് സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂവിൽ വന്നിരിക്കുമ്പോഴാണ് നമുക്കിങ്ങനെ ഈ കള്ളൻ സൈൻ ആയിട്ട് കാണാൻ പറ്റുന്നത്. മറ്റ് ഓപ്ഷൻസ് എന്താണ് നമ്മൾ നോക്കി. ഗ്രേറ്റ് ടേണേഴ്സ് സൈൻ. ഗ്രേറ്റ് ടേണേഴ്സ് സൈൻ എന്ന് പറയുന്നത് ഇവിടെ ഫ്ലാങ്ക് ഏരിയയിൽ ബ്രൂയിസിങ് അല്ലെങ്കിൽ നീലിച്ചുള്ള കളർ എവിടെയാണ്? ഫ്ലാങ്ക് ഏരിയ. ഫ്ലാങ്ക് ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ രണ്ട് സൈഡിൽ ഈ പടത്തിൽ മനസ്സിലായല്ലോ, കിഡ്നി ഇരിക്കുന്ന സ്ഥലം. അപ്പോൾ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന റിട്രോ പെരിറ്റോണിയൽ ബ്ലീഡിംഗ് ആണ്. പെരിറ്റോണിയത്തിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ബ്ലീഡിംഗ് ഉള്ളപ്പോഴാണ് നമുക്ക് ഗ്രേറ്റ് ടേണേഴ്സ് സൈൻ കിട്ടുന്നത്. പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ എന്തായാലും സ്പാൽഡിംഗ് സൈൻ. സ്പാൽഡിംഗ് സൈൻ എന്ന് പറയുന്നത് ഇൻട്രാ യൂട്രൈൻ ഡെത്ത് ഉള്ളപ്പോൾ ബേബിയുടെ സ്കൾ ബോൺസ് ഒക്കെ ഒന്ന് ഓവർലാപ്പ് ആവും.
അതിങ്ങനെ സോഫൻ ആയിട്ട് ഓവർലാപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് അൾട്രാസൗണ്ടിൽ കൂടെ മാത്രമേ ഈ സൈൻ കാണാൻ പറ്റുകയുള്ളൂ. സ്പാൽഡിംഗ് സൈൻ വിച്ച് ഷോസ് ഇൻട്രായൂട്രൈൻ ഡെത്ത്. ഓക്കെ, സോ ഓവർലാപ്പിംഗ് ഓഫ് ദ ക്രേനിയൽ സ്യൂച്ചേഴ്സ്. ദെൻ അടുത്തെന്ത്? സ്റ്റാൽവർത്തി സൈൻ. സ്റ്റാൽവർത്തി സൈൻ എന്ന് പറയുന്നത് സ്കിൻ ആയിട്ടൊന്നും ബന്ധമില്ല. ഇത് എക്ടോപിക് പ്രഗ്നൻസിയിൽ, റപ്ചേർഡ് എക്ടോപിക് പ്രഗ്നൻസിയിൽ നമ്മൾ വജൈനൽ ഫോണിക്സിൽ ടച്ച് ചെയ്യുവാണെങ്കിൽ PV ചെയ്ത് വെൻ യു ടച്ച് ദാറ്റ് ഏരിയ ദർ വിൽ ബി പെയിൻ ഓർ ടെൻഡർനെസ്. സോ വജൈനൽ ഫോണിക്സ് ടെൻഡർനെസ് ഇൻ കേസ് ഓഫ് റപ്ചേർഡ് എക്ടോപിക് പ്രഗ്നൻസി is called as Stalworthy sign. അടുത്ത ക്വസ്റ്റ്യൻ, B-Lynch suture is applied in postpartum hemorrhage, hysterectomy, episiotomy, antepartum hemorrhage. സോ ഇതൊരു പ്രത്യേക തരം സ്യൂച്ചറാണ്. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പോസ്റ്റ്പാർട്ടം ഹെമറേജ് പ്രിവെൻറ്റ് ചെയ്യാൻ. നിങ്ങൾക്കറിയാം ആഫ്റ്റർ ഡെലിവറി ചിലപ്പോൾ യൂട്രസ് എറ്റോണിക് മോഡിലേക്ക് പോകും, കൺട്രാക്ട് ചെയ്യത്തില്ല, അപ്പോൾ ഇങ്ങനെ ബ്ലീഡ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ടാപ്പിൽ നിന്ന് വെള്ളം തുറന്ന് വിടുന്ന പോലെ അത് ബ്ലീഡ് ചെയ്യും. അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ B-Lynch suture എന്ന് പറയുന്നത്. ഇതും ചെയ്തിട്ട് രക്ഷയില്ലെങ്കിൽ മാത്രമേ നമ്മൾ ഹിസ്റ്ററക്ടമിയിലോട്ട് പോവുകയുള്ളൂ. അപ്പോൾ ഈ സ്യൂച്ചർ എങ്ങനെയാണ് ചെയ്യുന്നത്? ഈ പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി. ഇവിടുന്ന് ഇത് ആൻറ്റീരിയർ പോർഷനാണ്. ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ തയ്ച്ചെടുത്ത് ഇതിൻ്റെ ബാക്കിൽ കൂടെ വന്ന് അകത്ത് യൂട്രസിൻ്റെ അകത്ത് കൂടി വന്ന് നമ്മൾ ട്രാൻസ്വേഴ്സിൽ പോയി പിന്നെയും ബാക്ക് സൈഡിലോട്ട് പോയി തിരിച്ചെടുക്കുന്നതാണ്. സോ ഇറ്റ് ഈസ് ലിറ്ററലി കവറിങ് ദ യൂട്രസ്. ഫ്രണ്ടും ബാക്ക് രണ്ട് സൈഡിലും സ്യൂച്ചർ വെച്ച് കവർ ചെയ്ത് ബാക്കിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഒറ്റ വലിയ ഇങ്ങോട്ട് വലിക്കുമ്പോൾ ദാ ഇങ്ങനെയാവും. ഈ ഒരു ഇറ്റ് ഈസ് ലിറ്ററലി ലൈക്ക് നമ്മൾ കൈകൊണ്ടിങ്ങനെ ഞെക്കി പിടിക്കുന്ന പോലത്തെ ഒരു ഇഫക്റ്റ്. ഈ രണ്ട് സ്യൂച്ചർ ഇട്ടിട്ട് അതിനിങ്ങനെ വലിച്ച് കെട്ടി വരിഞ്ഞ് മുറുക്കി കെട്ടി വെക്കുന്നതാണ് ചുരുക്കം പറഞ്ഞാൽ. സോ B-Lynch suture. സോ ദാറ്റ് വിൽ കംപ്രസ് ദ യൂട്രസ് മെക്കാനിക്കലി സ്റ്റോപ്പ് ബ്ലീഡിങ്. ഇനി ഇതൊന്നും രക്ഷയില്ലെങ്കിൽ മാത്രമേ നമ്മൾ ഹിസ്റ്ററക്ടമിയിലോട്ട് പോവുകയുള്ളൂ. ഓക്കെ, സോ ദിസ് ഇസ് അപ്ലൈഡ് ഡ്യൂറിങ് എ ലാപ്രോട്ടമി വെൻ മെഡിക്കൽ മാനേജ്മെൻറ്റ് ഫെയിൽസ്. ഈ ഓക്സിറ്റോസിനൊക്കെ കൊടുത്ത് ഫെയിൽ ചെയ്ത് കഴിയുമ്പോൾ ഇത് ചെയ്യാം. സോ ഹിസ്റ്ററക്ടമി മറ്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഹിസ്റ്ററക്ടമി എന്ന് പറഞ്ഞാൽ യൂട്രസിൻ്റെ റിമൂവലാണ് വെൻ B-Lynch suture ഇസ് നോട്ട് ഫങ്ഷനിങ്. എപ്പിസിയോട്ടമി എന്ന് പറഞ്ഞാൽ പെരിനിയത്തിലേക്ക് കട്ടിടുന്നത്, സോ ഫോർ ഈസി ഡെലിവറി ഓഫ് ദ ബേബി. ആൻറ്റിപാർട്ടം ഹെമറേജസ് ബ്ലീഡിംഗ് ബിഫോർ ബർത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫോളോയിങ് ഡ്രഗ്സ് ആർ യൂസ് ഫോർ ഓവുലേഷൻ ഇൻഡക്ഷൻ എക്സെപ്റ്റ്. ഓക്കെ, എക്സെപ്റ്റ്, മേക്ക് നോട്ട് ഓഫ് ദാറ്റ് വേർഡ് എക്സെപ്റ്റ്. ഇപ്പം നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതാൻ നേരത്ത് പോലും ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ പോലും നിങ്ങളിങ്ങനെ എക്സെപ്റ്റ്, നോട്ട്, ഇങ്ങനത്തെയൊക്കെ നെഗറ്റീവ് വേർഡ്സ് അപ്പോൾ തന്നെ അതങ്ങോട്ട് വരച്ചേക്കണം കേട്ടോ, ഒന്ന് ഹൈലൈറ്റ് ചെയ്തേക്കണം പെൻസിലോ പേനയോ കൊണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾക്കത് സ്ട്രൈക്ക് ചെയ്യും. ബിക്കോസ് ഒത്തിരി സ്റ്റുഡൻസ് അങ്ങനെ മിസ്റ്റേക്ക് ഉണ്ടാക്കുന്നുണ്ടേ പറയുന്നത്. അപ്പോൾ എന്ത് ഡ്രഗാണ് ഓവുലേഷൻ ഇൻഡക്ഷനിൽ യൂസ് ചെയ്യാത്തത്? ക്ലോമിഫെൻ സിട്രേറ്റ്, മെറ്റ്ഫോർമിൻ, ഗൊണഡോട്രോപ്പിൻ, ഡാനസോൾ. ഇതിൽ യൂസ് ചെയ്യാൻ പറ്റാത്തത് ഡാനസോളാണ്. ബിക്കോസ് ഇറ്റ് ഈസ് എ സിന്തറ്റിക് ആൻഡ്രോജൻ ആണ്. ഇത് ഓവുലേഷൻ ഇൻഡക്ഷനിലുള്ള ഓവുലേഷൻ സപ്രഷന് നമ്മൾ കൊടുക്കുന്ന മെഡിക്കേഷനാണ്. യൂഷ്വലി എൻഡോമെട്രിയോസിസ്, അതുപോലെ തന്നെ ഫൈബ്രോട്ടിക് ബ്രസ്റ്റ് ഡിസീസസിലൊക്കെ, ഫൈബ്രോസിസ്റ്റിക് ബ്രസ്റ്റ് ഡിസീസസിലൊക്കെ നമ്മളിത് കൊടുക്കും. സോ ദാറ്റ് ഇറ്റ് സപ്രസസ് ദ ഓവുലേഷൻ, ഓർ ഇറ്റ് ആക്ച്വലി വാട്ട് ഇറ്റ് ഡസ് ഇസ്, ഡാനസോൾ എന്ന് പറയുന്നത് പിറ്റ്യൂട്ടറി ഒവേറിയൻ ആക്സിസിനെ സപ്രസ് ചെയ്യുമ്പോൾ ഓവുലേഷൻ അത് സപ്രസ് ചെയ്യുന്നു. ബാക്കിയെല്ലാം നമ്മൾ ഓവുലേഷൻ ഇൻഡക്ഷന് കൊടുക്കുന്ന ഡ്രഗ്സാണ്. ക്ലോമിഫെൻ സിട്രേറ്റ് എന്ന് പറയുന്നത് FSHും LHSും കൂട്ടും. അതാണ് ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ്. പല ഫീമെയിൽസിലും ഇൻഫെർട്ടിലിറ്റിക്ക് നമ്മൾ ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് അതാണ് ക്ലോമിഫെൻ സിട്രേറ്റ്. മെറ്റ്ഫോർമിൻ എന്ന് പറയുന്നത് PCOSലൊക്കെ കൊടുക്കുന്ന, അതും ഓവുലേഷൻ ഇൻഡക്ഷന് ഹെൽപ്പ് ചെയ്യും. ഇറ്റ് ഓൾസോ ഇംപ്രൂവ്സ് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി. ഓക്കെ, ഗൊണഡോട്രോപ്പിൻസും ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ഓൾസോ സ്റ്റിമുലേറ്റിംഗ് ദ ഓവറി. FSHും പിന്നെ ഹ്യൂമൻ മെനോപോസൽ ഗൊണഡോട്രോപ്പിൻസ് ഒക്കെ ഇൻക്രീസ് ചെയ്യാനായിട്ട് കൊടുക്കുന്നതാണ്. ആൻഡ് ഓൾസോ ആർട്ടിഫിഷ്യൽ ഇത് IUIയും ഇൻട്രായൂട്രൈൻ ഇൻസെമിനേഷനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഡാനസോൾ ഇസ് നോട്ട് യൂസ്ഡ് ഹിയർ. അടുത്തത്, ദ പ്ലാസൻഡ ഇസ് ഡിറൈവ് ഫ്രം ട്രോഫോബ്ലാസ്റ്റ്, ഹൈപ്പോബ്ലാസ്റ്റ്, മോറുല, എപ്പിബ്ലാസ്റ്റ്. പ്ലാസൻഡ ഓഫ് കോഴ്സ് ഇറ്റ്സ് ഡിറൈവ് ഫ്രം ട്രോഫോബ്ലാസ്റ്റ്. അപ്പോൾ ട്രോഫോബ്ലാസ്റ്റ് നോക്കി ഇങ്ങനെ സെല്ല് ഇവിടെ ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലും ഫെർട്ടിലൈസ്ഡ് എഗ് ആണെങ്കിൽ ആദ്യം 2 ആയി 4 ആയി 8 ആയി 16 ആയി പിന്നെ ബ്ലാസ്റ്റോസിസ്റ്റായി മാറും. ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ പുറത്ത് കണ്ടോ ചെറിയൊരു ലൈറ്റ് ബ്ലൂ കളറിൽ കവറിങ് ആണ് ട്രോഫോബ്ലാസ്റ്റ് എന്ന് വെച്ചാൽ ഔട്ടർ ലെയർ ഓഫ് ദ ബ്ലാസ്റ്റോസിസ്റ്റ് ഇസ് ദ ട്രോഫോബ്ലാസ്റ്റ്. ട്രോഫോബ്ലാസ്റ്റിൽ തന്നെ 2 ലെയർ ഉണ്ട്, സിൻസൈറ്റോ ട്രോഫോബ്ലാസ്റ്റും സൈറ്റോ ട്രോഫോബ്ലാസ്റ്റും. അപ്പം ഇവിടെ നിങ്ങൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഈ സിൻസൈറ്റോ ട്രോഫോബ്ലാസ്റ്റും സൈറ്റോട്രോഫോബ്ലാസ്റ്റും ആണ് പ്ലാസൻഡ ആയിട്ട് ഫോം ചെയ്യുന്നത്. കണ്ടോ ഇവിടെ പതുക്കെ പതുക്കെ ഗ്രോ ചെയ്ത് ഇറ്റ് ബിക്കംസ് ലൈക്ക് എ പ്ലാസൻഡ. അതിനകത്ത് ഈ ബ്ലാസ്റ്റോസിസിലെ ബാക്കിയുള്ള ഒരു സിംഗിൾ എന്താ പറയുക, ഇത് കണ്ടോ ഒരു സെല്ലിൻ്റെ കട്ട,
അതിന് എംബ്രിയോബ്ലാസ്റ്റ് എന്ന് പറയും. അതാണ് പിന്നെ കൊച്ചായിട്ട് ഫീറ്റസ് ആയിട്ടും എക്ടോഡം, എൻഡോഡം, മിസോഡം ഒക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊച്ചിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി ആയിട്ടൊക്കെ മാറുന്നത്. സോ ട്രോഫോബ്ലാസ്റ്റ് ആണ് പ്ലാസൻ്റ ആവുന്നത്. സോ ട്രോഫോബ്ലാസ്റ്റ് ഇസ് ദ പ്ലാസെന്റൽ പോർഷൻ. ബാക്കി ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഹൈപ്പോബ്ലാസ്റ്റ് ഇറ്റ് ഫോംസ് ദ യോക്ക് സാക്ക് ലൈനിങ്. മോർല എന്ന് പറയുന്നത് പ്രീ ബ്ലാസ്റ്റോസിസ്റ്റ് സ്റ്റേജിനെയാണ് മോറുല എന്ന് പറയുന്നത്. ഓക്കെ, മോറുല. പിന്നെ എപ്പിബ്ലാസ്റ്റ് ഇസ് ആക്ച്വലി എംബ്രിയോ ആൻഡ് ദി അമ്നിയോട്ടിക് മെംബ്രെയിൻ. ഇതാണ് പിന്നെ എപ്പിബ്ലാസ്റ്റ് ബേബി ആയിട്ടൊക്കെ മാറുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻറ്റിഡോട്ട് ഫോർ മെഗ്നീഷ്യം സൾഫേറ്റ്. മെഗ്നീഷ്യം സൾഫേറ്റ് ടോക്സിസിറ്റി വന്നു കഴിഞ്ഞാൽ എന്ത് കൊടുക്കാമെന്ന്? അട്രോപ്പിൻ സൾഫേറ്റ്, സോഡിയം ബൈകാർബണേറ്റ്, പൊട്ടാഷ്യം ക്ലോറൈഡ്, കാൽഷ്യം ഗ്ലൂക്കനേറ്റ്. ഉത്തരം കാൽഷ്യം ഗ്ലൂക്കനേറ്റ്. കാരണം നമ്മൾ മെഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കുന്ന എക്ലാംസിയ, പ്രീ എക്ലാംസിയ, സീഷർ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ അത് ടോക്സിസിറ്റി ഉണ്ടാക്കും. സോ റിഫ്ലെക്സസ് ഒന്നും ഇല്ല. ഇത് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ കാർഡിയാക് അറസ്റ്റ് ഒക്കെ വരാം. അപ്പോൾ അതിന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ 10% കാൽഷ്യം ഗ്ലൂക്കനേറ്റ് സ്ലോ IV ആയിട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് ദ ആൻറ്റിഡോട്ട്. ഇപ്പോൾ ടോക്സിസിറ്റി വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ടത് കാൽഷ്യം ഗ്ലൂക്കനേറ്റ്. അത് എങ്ങനെ കൊടുക്കും? 10% ആണ്. അത് എങ്ങനെ കൊടുക്കും? IV സ്ലോ. മറ്റ് ഓപ്ഷൻസ് എന്തൊക്കെയായിരുന്നു? അട്രോപ്പിൻ എന്തിനാ? ബ്രാഡിക്കാർഡിയ അല്ലെങ്കിൽ കോളിനർജിക് ടോക്സിസിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ അട്രോപ്പിൻ കൊടുക്കും. സോഡ ബൈകാർബ് എന്തിനാ? ആസിഡോസിസിന് കൊടുക്കും. പൊട്ടാഷ്യം ക്ലോറൈഡ് അപ്പോൾ കൊടുക്കും, ഹൈപ്പോകലീമിയയിൽ കൊടുക്കും. ഓക്കെ, so those are not related with magnesium toxicity. അടുത്തത്, what is the primary pathophysiologic process of spinal shock? സ്പൈനൽ ഷോക്കിൽ എന്താ സംഭവിക്കുന്നത്? ലോസ് ഓഫ് കൺട്രോൾ ഓഫ് കാർഡിയോവാസ്കുലർ മെക്കാനിസം, ടെമ്പററി ലോസ് ഓഫ് റിഫ്ലെക്സ് ഫംഗ്ഷൻ ബിലോ ദ ലെവൽ ഓഫ് ഇഞ്ചുറി, എക്സാജറേറ്റഡ് സിമ്പത്തറ്റിക് റെസ്പോൺസ്, ഡാമേജ് ടു ദി ലോവർ മോട്ടോർ ന്യൂറോൺ. എന്താണ് സ്പൈനൽ ഷോക്കിൽ? ടെമ്പററി ലോസ് ഓഫ് റിഫ്ലെക്സ് ബിലോ ദ ലെവൽ ഓഫ് ഇഞ്ചുറി. അപ്പോൾ സ്പൈനൽ ഷോക്ക് എന്ന് പറയുന്ന ഒരു ടെമ്പററി കണ്ടീഷനാണ്, അക്യൂട്ട് കണ്ടീഷനുമാണ്. പെട്ടെന്ന് തന്നെ ഡെവലപ്പ് ചെയ്യും. ഒരു സ്പൈനൽ ഇഞ്ചുറി ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. അതൊരു ടെമ്പററി കണ്ടീഷനുമാണ്. ടെമ്പററി ലോസ് ഓഫ് ന്യൂറോളജിക്കൽ ഫംഗ്ഷൻ. ഈ ഇഞ്ചുറി എവിടെ വന്നു അതിൻ്റെ താഴേക്കുള്ള എല്ലാ ഫംഗ്ഷൻ, സെൻസറി, മോട്ടോർ, റിഫ്ലെക്സ്, ഇതെല്ലാം ലോസ്റ്റ് ആവും. ആൻഡ് ദാറ്റ് ഈസ് ടെമ്പററി ഓൾസോ. അപ്പം മനസ്സിലായോ? ഇത് അക്യൂട്ടായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന, ഇത് ടെമ്പററിയാ, പിന്നെ താഴെ ആ ലെവൽ ഓഫ് ഇഞ്ചുറിയുടെ താഴെയാണ് വരുന്നത് ഇതെല്ലാം. ഓക്കെ, ബിലോ ദ ലെവൽ ഓഫ് ഇഞ്ചുറി എന്തൊക്കെ സംഭവിക്കും? എല്ലാ ന്യൂറോളജിക്കൽ ഫംഗ്ഷൻ ലോസ്റ്റ് ആ, സെൻസറി, മോട്ടോർ, റിഫ്ലെക്സും ഒക്കെ ലോസ്റ്റ് ആവും. ദറ്റ് ഈസ് കോൾഡ് ആസ് സ്പൈനൽ ഷോക്ക്. ദിസ് ഇസ് ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം ന്യൂറോജനിക് ഷോക്ക്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഷോക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് ഹൈപ്പോവോളിമിക് ഷോക്ക്. ഇമ്പോർട്ടൻ്റ് ആണ് ഷോക്കെല്ലാം. ഹൈപ്പോവോളിമിക് ഷോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? വോളിയം കുറവായതുകൊണ്ടുണ്ടാകുന്ന ഷോക്ക്. വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? ശരീരത്തിൽ നിന്ന് ഫ്ലൂയിഡോ ബ്ലഡോ ഒക്കെ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഹൈപ്പോവോളിമിക് ഷോക്ക് വരും. ഇത് ബ്ലീഡിങ് ട്രോമയിൽ ബ്ലീഡിങ് ഒക്കെ വരുമ്പോൾ സംഭവിക്കും. പിന്നെ ബേൺസ് പോലത്തെ കണ്ടീഷൻസ്, ഒത്തിരി പ്ലാസ്മ വെളിയിലേക്ക് പോകുന്നില്ലേ, അപ്പോഴും ഹൈപ്പോവോളിമിക് ഷോക്ക് സംഭവിക്കും. ഒത്തിരി അല്ലാതെ എന്താ ഡയറിയ, വോമിറ്റിംഗ്, ഇതുപോലെയും ബോഡിയിൽ നിന്ന് ഫ്ലൂയിഡ് ലോസ്റ്റ് ആകുമ്പോഴും ഹൈപ്പോവോളിമിക് ഷോക്ക് സംഭവിക്കാം. ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ക്ലിനിക്കൽ ഫീച്ചേഴ്സ്, ഹൈപ്പോവോളിമിയ. അപ്പോൾ നമ്മുടെ BP കുറയും. BP കുറയുമ്പോൾ ഹാർട്ട് റേറ്റ് കൂടും കോമ്പൻസേറ്ററി ആയിട്ട്, അല്ലേ? പിന്നെ ശരീരത്തിൽ കൈയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ തണുത്തും മരവിച്ച് ഉണ്ടാവും. ആൻഡ് പൾസ് ഓൾസോ വിൽ ബി വീക്ക്. ഹാർട്ട് റേറ്റ് കൂടുതലാണെങ്കിലും പൾസ് വീക്കായിരിക്കും. കാരണം വോളിയം കുറവല്ലേ, അപ്പോൾ ഇങ്ങനെ ഇടിക്കുന്ന ആ ഒരു ഫീല് നമുക്ക് കിട്ടില്ല, വീക്കായിരിക്കും പൾസ്. അടുത്ത കാർഡിയോജെനിക്. ഹാർട്ടിൽ നിന്ന് ജനിച്ചത്. അപ്പോൾ ഹാർട്ടിൻ്റെ പ്രശ്നമാണ് അവിടെ കാര്യം. എന്താണ്? പമ്പ്, ഹാർട്ടിന് മര്യാദയ്ക്ക് ഒരു പമ്പായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ MI വന്നു കഴിഞ്ഞാൽ എന്താ പറ്റും? ഹാർട്ടിൻ്റെ മസിലൊക്കെ അങ്ങ് കുറച്ചൊക്കെ ചത്തിരിക്കും, അല്ലേ? നെക്രോസിസ് ആയിട്ടുണ്ടോ. അപ്പോൾ ആ പ്രോപ്പറായിട്ടുള്ള ഒരു പമ്പിങ് സ്ക്യൂസ് കിട്ടത്തില്ല. അതാണ് ഒരു റീസൺ. രണ്ടാമത്തെന്ന് വെച്ചാൽ അരിത്മി. ഇപ്പോൾ ഏട്രിയൽ ഫ്ലട്ടർ, ഫിബ്രിലേഷൻ എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മുടെ ഹാർട്ട് ഇങ്ങനെ കിടന്ന് ബട്ടർഫ്ലൈയുടെ വിങ് അടിക്കുന്ന പോലെ അടിക്കുക, അല്ല കംപ്ലീറ്റ് ഒരു കൺട്രാക്ഷൻ റിലാക്സേഷനും വരത്തില്ല. അപ്പോൾ ആ ഫ്ലട്ടർ എന്നൊക്കെ പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കണ്ടീഷൻസിൽ ഹാർട്ടിന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പമ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് കാർഡിയോജനിക് ഷോക്ക് ആകുന്നത്. ഇവിടെയും ഫീച്ചേഴ്സ് എന്താ? ചെസ്റ്റ് പെയിൻ ഉണ്ടാവും, പിന്നെ പൾമനറി എഡിമ. കാരണം കംപ്ലീറ്റ് ആയിട്ട് പമ്പ് ചെയ്യാൻ പറ്റാതാവുമ്പോൾ മിച്ചവും മീതിയും ഒക്കെ എങ്ങോട്ടാണ് പോയിരിക്കുന്നത്? ലങ്സിലേക്ക് പോയി അവിടെ തന്നെ ഇരിക്കും, അവിടെ അങ്ങ് കളക്ട് ചെയ്യും, അല്ലേ?
ലങ്സിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് പൂർണ്ണമായിട്ട് പമ്പ് ചെയ്ത് വെളിയിലേക്ക് കളയാൻ പറ്റുന്നില്ല അയോർട്ട വഴി. അപ്പം ഇറ്റ് വിൽ ജസ്റ്റ് ബാക്ക് ഫ്ലോ ഇൻ ടു ദ ലങ്സ് ആൻഡ് കോസസ് പൾമിനറി എഡീമ. അതുപോലെ കംപ്ലീറ്റ് ആയിട്ട് പമ്പ് ചെയ്ത് വെളിയിലേക്ക് കളയാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ശരീരത്തിൻ്റെ മറ്റ് ഓർഗൻസിലേക്ക്, വൈറ്റൽ ഓർഗൻസിലേക്ക് ബ്ലഡ് എത്തുന്നില്ല. സോ ജസ്റ്റ് ബിക്കോസ് ദർ ഇസ് എ ഡിക്രീസ് കാർഡിയക് ഔട്ട്പുട്ട്. കംപ്ലീറ്റ് ആയിട്ട് പമ്പ് ചെയ്താലേ കാർഡിയക് ഔട്ട്പുട്ട് പ്രോപ്പർ ആകത്തുള്ളൂ അല്ലേ? കംപ്ലീറ്റ് ആയിട്ട് പമ്പ് ചെയ്യാൻ പറ്റുന്നില്ല. സോ ദർ ഇസ് എ ഡിക്രീസ് കാർഡിയക് ഔട്ട്പുട്ട് വിച്ച് ഇസ് ദ റീസൺ ഫോർ ദ മാനിഫെസ്റ്റേഷൻസ് ഓഫ് ഷോക്ക്. മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ഷോക്കാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ഷോക്ക്. എന്ന് പറഞ്ഞാൽ എന്താ? പ്രോപ്പറായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഒന്നും നടക്കുന്നില്ല. ബ്ലഡ് വെസൽസ് ഒക്കെ ഡൈലേറ്റ് ചെയ്തിട്ട് പെരിഫറിയിലാണ് പെർഫ്യൂഷനൊക്കെ വെളിയിലോട്ട്, മീൻസ് പെരിഫറിയിലോട്ടൊക്കെ ഉള്ള മൊത്തത്തിലുള്ള പെർഫ്യൂഷൻ കുറയും. വെച്ചാൽ ബ്ലഡ് വെസൽ ഡൈലേറ്റ് ചെയ്തിരിക്കുമ്പോൾ എന്താ പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നും അങ്ങനെ സ്കിന്നിൻ്റെ അടിയിലോട്ടൊക്കെയാണ് എല്ലാ ബ്ലഡും കയറി അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം വൈറ്റൽ ഓർഗൻസിലേക്കുള്ള പെർഫ്യൂഷൻ കുറയും. അതുകൊണ്ടാണ് നമ്മുടെ സ്കിന്നൊക്കെ വാമായിട്ട് ഉണ്ടാവുക. അതുപോലെ വൈറ്റൽ ഓർഗൻസിൽ പെർഫ്യൂഷൻ കുറയുമ്പോൾ ബി പി കുറയും, ഹാർട്ട് റേറ്റും കൂടും. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടീവ് ഷോക്കിൽ വരുന്ന 3 ടൈപ്പ് ഓഫ് ഷോക്കാണ് സെപ്റ്റിക് ഷോക്ക്, അനഫൈലൈറ്റിക് ആൻഡ് ന്യൂറോജനിക് ഷോക്ക്. സെപ്റ്റിക് ഷോക്ക് എന്ന് പറയുമ്പോൾ സെപ്സിസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഷോക്കാണ്. എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ഇൻഫെക്ഷൻ വരുമ്പോൾ വരുന്ന ഷോക്കാണ്. ഒരു ഇൻഫെക്ഷൻ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഫുൾ ബോഡിയിൽ ഒരു ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ അങ്ങ് നടക്കും. അപ്പോൾ ശരീരം ചൂടാവും. ഇൻഫെക്ഷൻ ഉള്ളപ്പോൾ ഒബ്വിയസ്ലി ദർ ഇസ് ഫീവർ, ഭയങ്കര ഫീവർ വരുമ്പോൾ എന്താ, ഒപ്പം തന്നെ റൈഗർ, ചിൽസ്, അതൊക്കെ. അപ്പം അതാണ് സെപ്റ്റിക് ഷോക്കിൻ്റെ മാനിഫെസ്റ്റേഷൻസ്. അനഫൈലാക്റ്റിക് ഷോക്ക് ആണെങ്കിലോ അലർജി അതിൻ്റെ മാക്സിമം വരുന്നതാണ് അനഫൈലാക്സിസ് എന്ന് പറയുന്നത്. അവിടെ ഇപ്പം അലർജി നമുക്ക് നോർമലി എന്തെങ്കിലും ഒരു അലർജി വന്നാൽ ആട്ടാമ്പുഴൊക്കെ വന്ന് ആട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും, നമുക്ക് അവിടെയെല്ലാം തടുത്ത് വീർത്ത് വരും അല്ലേ? പിന്നെ ഭയങ്കര ചൊറിച്ചിലും വരും. അപ്പോൾ സ്വെല്ലിങ്, ഈച്ചിങ്. അതുപോലെ തന്നെ ഈ അലർജി ബ്രോങ്കസിലോട്ടും പോകും. വെച്ചാൽ ആ ബ്രോങ്കിയൽ മസിൽസിനെ കയറി അതിങ്ങനെ പിടിച്ചു പോലെ. അപ്പോൾ നമ്മുടെ കൊങ്ങിക്കാരാണ്ട് പിടിക്കുന്ന പോലെ ബ്രോങ്കോ സ്പാസം ഉണ്ടാവും. ഒപ്പം തന്നെ ഹൈപ്പോടെൻഷൻ, ഇൻഫ്ലമേറ്ററി പ്രോസസ്സിൻ്റെ റിലേറ്റഡ് ആയിട്ട് ഹൈപ്പോടെൻഷൻ വരും. അടുത്തത് ന്യൂറോജനിക് ഷോക്ക് ആണെങ്കിലോ ഇവിടെ സ്പൈനൽ കോഡ്, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത കണ്ടീഷനാണ്. സ്പൈനൽ കോഡ് ഇഞ്ചുറി കാരണം വരുന്ന ടെമ്പററി ലോസ്. എന്താ? സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെ ടോൺ അല്ലെങ്കിൽ അതിൻ്റെ ആക്ടിവിറ്റി ലോസ് ആവും ടെമ്പററിലി. ഓക്കെ, സോ ദാറ്റ് ഈസ് ന്യൂറോജനിക് ഷോക്ക്. ഇവിടെയും ബ്രാഡികാർഡിയ, വാം സ്കിൻ ആൻഡ് ഹൈപ്പോടെൻഷൻ ഷോക്കിൻ്റെ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ഉണ്ടാവും. അടുത്ത് ഇവിടെ ഒരു കാര്യം നിങ്ങൾ ഓർക്കാനുള്ള എന്താ അറിയോ, ഇത് സെപ്റ്റിക് ഷോക്കിൽ ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ്. സെപ്റ്റിക് ഷോക്കിൽ മാത്രമേ നമുക്ക് ഫീവർ കാണാൻ പറ്റുള്ളൂ. സ്കിന്നൊക്കെ ഇങ്ങനെ വാമായിട്ടുണ്ടാവും. മറ്റേതിലെല്ലാം സ്കിന്നൊക്കെ എന്താ പറയുക, കോൾഡ് ആയിരിക്കും, കോൾഡ് ക്ലാമി സ്കിന്നായിരിക്കും. ഈ ഡിസ്ട്രിബ്യൂട്ടീവ് ഷോക്കിൽ മാത്രമേ സ്കിന്ന് വാമായിട്ടുണ്ടാവുള്ളൂ. എസ്പെഷ്യലി സെപ്റ്റിക് ഷോക്കിൽ ഫീവർ ഉണ്ടാവും. ന്യൂറോജനിക്കിലും വാം സ്കിന്നായിരിക്കും. ഓക്കെ, അടുത്ത ഒബ്സ്ട്രക്റ്റീവ് ഷോക്ക്. ഒബ്സ്ട്രക്റ്റീവ് ഷോക്കിൽ എന്താ? ഒബ്സ്ട്രക്ഷനാണ്. എന്താണ് ഒബ്സ്ട്രക്ഷൻ? നമ്മുടെ ഹാർട്ടിൽ നിന്നും ബ്ലഡിനെ പമ്പ് ചെയ്ത് വെളിയിലേക്ക് കളയാനുള്ള ഒബ്സ്ട്രക്ഷൻ. ഹാർട്ടിന് മര്യാദയ്ക്ക് ഇരിപ്പുണ്ട്, അതിൻ്റെ ഫംഗ്ഷൻ ഒന്നും കുഴപ്പമില്ല, ഹാർട്ട് ഈസ് ഓക്കെ. പക്ഷെ ഹാർട്ട് പമ്പ് ചെയ്ത് വെളിയിലേക്ക് കളയുന്ന സ്ഥലത്തേക്ക് ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ട്. അതാണ് റീസൺ, ഒബ്സ്ട്രക്റ്റീവ് ഷോക്ക്. സോ ബ്ലോക്കേജ് ഔട്ട്സൈഡ് ദ ഹാർട്ട്, ഇറ്റ് ക്യാൻ ബി പൾമിനറി എംബോളിസം, ഇറ്റ് ക്യാൻ ബി കാർഡിയാക് ടാമ്പണേറ്റ്. കാർഡിയാക് ടാമ്പണേറ്റ് എന്ന് പറഞ്ഞാൽ അറിയില്ല, ഈ ഹാർട്ടിൻ്റെ വെളിയിലേക്ക് ബ്ലഡ് കളക്ട് ചെയ്തിരുന്നിട്ട് ഹാർട്ടിനെ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാനോ കൺട്രാക്ട് ചെയ്യാനോ പറ്റാതെ, അതിൻ്റെ നോർമലി അതിന് ചെയ്യാനുള്ള ഫങ്ഷൻ ചെയ്യാൻ പറ്റാതെ വരുന്നു, അതിനൊരു കംപ്രഷൻ വരുന്നു. അതാണ് റീസൺ. സോ ഇറ്റ് പ്രിവെൻറ്റ്സ് ദ ബ്ലഡ് ഫ്രം റീച്ചിങ് ദ ഹാർട്ട് ഓർ ബീങ് പംപ്ഡ് ഔട്ട്. രണ്ടും ആവാം, ഇങ്ങോട്ട് വരുന്നു അങ്ങോട്ട് വെളിയിലോട്ട് കളയുന്നതിനും പ്രശ്നമാണ്. അപ്പോൾ മാനിഫെസ്റ്റേഷൻ എന്താ? ജുഗുലാർ വെയിൻ ഡിസ്റ്റൻഷൻ ഉണ്ടാവും, മഫിൾഡ് ഹാർട്ട് സൗണ്ട്. നമ്മൾ സ്റ്റെത്ത് വയ്ക്കുമ്പം ഹാർട്ട് സൗണ്ട് നല്ല ക്ലിയർ ആയിട്ട് കേൾക്കില്ല, അതിങ്ങനെ ഏതോ ദൂരെ ഒരു പാത്രത്തിനകത്ത് ഇരുന്ന് ഹാർട്ട് അടിക്കുന്ന പോലത്തെ ഒരു സൗണ്ട് ആയിരിക്കും, മഫിൾഡ്. കാരണം ടാമ്പണേഡ് ഒക്കെ ഉള്ളപ്പോൾ എന്താ, സൗണ്ട് അതേ കൂടെ വേണ്ടേ വരാനായിട്ട് നമ്മുടെ സ്റ്റെത്തസ്കോപ്പ് ക്യാപ്ചർ ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ടാണ് മഫിൾഡ് ആയിട്ട് കേൾക്കുന്നത്. പിന്നെ കാർഡിയക് ഔട്ട്പുട്ട് കുറവായിരിക്കും. സോ ദീസ് ആർ ദ ഏറ്റവും സിമ്പിളായിട്ട് അത്യാവശ്യം വേണ്ട മാത്രം അബൌട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷോക്ക്. അടുത്ത ചോദ്യം, പോളിഡിപ്സിയ ആൻഡ് പോളിയൂറിയ റിലേറ്റഡ് ടു ഡയബറ്റീസ് മെലിറ്റസ് ആർ പ്രൈമർലി കോസ്ഡ് ബൈ. അപ്പോൾ വാട്ട് ഈസ് ദ റീസൺ, അല്ലെ പാത്തോഫിസിയോളജി ഓഫ് പോളിയൂറിയ പോളിഡിപ്സിയ ആണ് ഈ ചോദിക്കുന്നത്. റിലീസ് ഓഫ് കീറ്റോൺസ് ഫ്രം സെൽസ് ഡ്യൂറിങ് ഫാറ്റ് മെറ്റബോളിസം, fluid shift resulting from the osmotic effect of hyperglycemia, damage to the kidneys from exposure to high levels of glucose, changes in RBC resulting from attachment of excessive glucose to
ഹീമോഗ്ലോബിൻ. അപ്പോൾ പോളിയൂറിയ പോളിഡിപ്സിയ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഫ്ലൂയിഡ് ഷിഫ്റ്റ്സ് റിസൾട്ടിങ് ഫ്രം ദ ഓസ്മോട്ടിക് ഇഫക്റ്റ് ഓഫ് ഹൈപ്പർഗ്ലൈസീമിയ. അപ്പം നമുക്ക് എല്ലാം അറിയാം, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുന്നു എന്ന് നമുക്ക് പണ്ടേ പഴഞ്ചൊല്ലുള്ളതാണ്. അതുപോലെ ഉപ്പ് മാത്രമല്ല, പഞ്ചസാര തിന്നവനും വെള്ളം കുടിക്കും. സോ ഇത് എന്താണ് ഹൈപ്പർ ഗ്ലൈസീമിയയിൽ അല്ലെങ്കിൽ ഡയബറ്റീസിൽ എന്താണ് ബ്ലഡ് ഷുഗേഴ്സ് ഭയങ്കര എലിവേറ്റഡ് ആണ് അല്ലേ. അപ്പോൾ ഈ ഷുഗർ എല്ലാം റീനൽ ത്രെഷോൾഡൊക്കെ മാറുമ്പോഴേക്കും ഗ്ലൈക്കോസൂരിയ ഉണ്ടാവുന്നു. അപ്പോൾ ഈ ഷുഗർ പോകുന്ന വഴിക്ക് എല്ലാം അത് വെള്ളത്തിനെയും കൂടെ വലിച്ചുകൊണ്ട് പോകും. അങ്ങനെയാണ് പോളിയൂറിയ സംഭവിക്കുന്നത്. ഉള്ള വെള്ളമെല്ലാം ശരീരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് പറ്റും, നമ്മൾ ഡീഹൈഡ്രേറ്റഡ് ആയിപ്പോൾ അല്ലേ, നമുക്ക് ദാഹം വരും. അപ്പോൾ നമ്മളിങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കും. അതാണ് പോളിഡിപ്സിയ. ആൻഡ് ഒത്തിരി യൂറിൻ പോയി കഴിയുമ്പോൾ എന്താ പറ്റുന്നത്, നമ്മുടെ ശരീരത്തിൽ നിന്നും ഒരുപാട് യൂറിൻ അല്ലെങ്കിൽ ഒരുപാട് വെള്ളം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ നിർജ്ജലീകരണം സംഭവിക്കും ശരീരത്തിൽ. അപ്പം ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്നു. സോ ഇവിടെ കിട്ടിയോ. അപ്പോൾ ബേസിക്കലി എന്താണ് ഈ ഓസ്മോട്ടിക് ഇഫക്റ്റ് ഓഫ് ഹൈപ്പർഗ്ലൈസീമിയ ആണ് ഇതിൻ്റെ എല്ലാം റീസൺ. ഹൈപ്പർഗ്ലൈസീമിയ ഉള്ള കാരണം യൂറിനിൽ ഷുഗർ വെളിയിലേക്ക് വരുമ്പോൾ ഷുഗർ ഒപ്പം തന്നെ വെള്ളത്തിനെ എടുത്തുകൊണ്ട് വരും. ശരീരത്തിൽ നിന്ന് വെള്ളത്തിൻ്റെ അംശമെല്ലാം പോകുമ്പോൾ ഡീഹൈഡ്രേഷൻ ആവുന്നു. ഒപ്പം തന്നെ നമ്മുടെ തൊണ്ടയെല്ലാം വരലും നമ്മൾ ധാരാളമായിട്ട് വെള്ളം കുടിക്കുന്നു. സോ പോളിയൂറിയ, പോളിഡിപ്സിയ, ഡീഹൈഡ്രേഷൻ. ഓക്കെ. അടുത്ത ചോദ്യം, a client has manifestations of autonomic dysreflexia. Which of these assessment would indicate possible cause for this condition? Kinked catheter tubing, extreme hypertension, skin breakdown over the coccyx, respiratory wheeze and stridor. So autonomic dysreflexia ഏത് കണ്ടീഷനാണ് എക്സജറേറ്റ് ചെയ്യുന്നത്? ഇറ്റ്സ് എ കിങ്ഡ് കത്തീറ്റർ ട്യൂബിങ്. അപ്പോൾ എന്താണ് ഓട്ടോണമിക് ഡിസ്റിഫ്ലെക്സിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പൈനൽ കോഡ് ഇഞ്ചുറിയിൽ വരുന്ന ഒരു പ്രശ്നമാണ്. അതും ലൈഫ് ത്രെറ്റനിങ് ആണിത്, ഒരു എമർജൻസി സിറ്റുവേഷൻ ആയത്. അപ്പോൾ ഈ T6 ഇത് ഓർത്തോളിനെ T6 ലെവലിന് എബവ് ആയിട്ട്, okay, it is a medical emergency that occurs with spinal cord injuries above T6 level. അങ്ങനത്തെ സ്പൈനൽ ഇഞ്ചുറീസിലാണ് നമ്മളിത് കാണപ്പെടുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ T6 ലെവലിന് താഴെയായിട്ട് അല്ലെങ്കിൽ ഇഞ്ചുറിയുടെ താഴത്തെ ലെവലിൽ എന്തെങ്കിലും നോക്ഷ്യസ് സ്റ്റിമുലൈ, എന്തെങ്കിലും ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള സ്റ്റിമുലൈ ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ട്രിഗർ ദി ഓട്ടോണമിക് റെസ്പോൺസ്. ഓക്കെ. സോ T6 ലെവൽ അല്ലെങ്കിൽ T6 താഴെയായിട്ട് എന്ന് വെച്ചാൽ ഇഞ്ചുറിയുടെ താഴത്തെ സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും നോക്ഷ്യസ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും സ്റ്റിമുലൈ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ലാൻഡ് അപ്പ് ഇൻ ഓർ ഇറ്റ് വിൽ എക്സാജറേറ്റ് ദി ഓട്ടോണമിക് ഡിസ്റിഫ്ലെക്സിയ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഫുൾ ബ്ലാഡർ, അതല്ലെങ്കിൽ കത്തീറ്റർ ബ്ലോക്ക് ആയാലും ബ്ലാഡർ ഫുൾ ആകത്തില്ലേ. പിന്നെ ബവൽ ഫീക്കൽ മാറ്റർ കയറി ഇമ്പാക്ട് ചെയ്തിട്ട് ബവൽ ഇമ്പാക്ഷൻ ഉണ്ടെങ്കിൽ ഒക്കെയാണ്. അതുപോലെ ഇത് മാത്രമല്ല, പ്രഷർ സോറ്, സ്കിൻ ഇറിറ്റേഷൻസ്, എന്തെങ്കിലും ഷാർപ്പ് ഓബ്ജക്ട്സ് ഒക്കെ ഈ സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഈ ഓട്ടോണമിക് ഡിസ്റിഫ്ലെക്സിയ ട്രിഗർ ചെയ്യും. ഓക്കെ. മറ്റ് ഓപ്ഷൻസ് എന്തൊക്കെയായിരുന്നു? എക്സ്ട്രീം ഹൈപ്പർ ടെൻഷൻ, അതൊരു സിംറ്റം അല്ല, അതൊരു കോസാണ്. ഹൈപ്പർ ടെൻഷൻ വരുന്ന എന്താ? ഓട്ടോണമിക് ഡിസ്റിഫ്ലെക്സിയ ഉള്ളതുകൊണ്ടാണ്. സ്കിൻ ബ്രേക്ക് ഡൗൺ ഓർ കോസിക്സ്, ഓവർ ടൈം ദിസ് കുഡ് ബി എ റീസൺ, ബട്ട് സഡൻ ട്രിഗർ അല്ല. കാരണം പെട്ടെന്നല്ലല്ലോ ഇത് സ്കിൻ ബ്രേക്ക് ഡൗൺ ആവുന്നത്, അല്ല. അപ്പം കുറേയൊക്കെ നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ അത് ഇറിറ്റേഷൻ ഉണ്ടാക്കാം, പക്ഷേ ഇമ്മീഡിയറ്റ് അക്യൂട്ടായിട്ട് ഇറ്റ് ഈസ് നോട്ട് എ ട്രിഗർ. റെസ്പിറേറ്ററി വീസ് ആൻഡ് സ്ട്രൈഡർ, ഇറ്റ്സ് നെവർ എ കോസ് ഓഫ് ഓട്ടോണമിക് ഡിസ്റിഫ്ലെക്സിയ. അപ്പോൾ എന്താണ് ഓട്ടോണമിക് ഡിസ്റിഫ്ലെക്സിയ? നമ്മുടെ T6 ലെവലിന് ഓർ എബവ്, if there is a spinal cord injury, whatever is below the area below the T6 level, if there is some irritating stimuli, then it will result in exaggerated autonomic response. Another question, the most effective intervention in decreasing absorption of ingested poison is ipecac syrup, milk dilution, gastric lavage, activated charcoal. So പോയിസൺ അകത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം കൊടുക്കേണ്ടത് ആക്ടിവേറ്റഡ് ചാർക്കോൾ ആണ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് ഫോർ എനി GI പോയിസണിങ്. ഓക്കെ. ഇതെന്താ ചെയ്യുക? ചാർക്കോൾ എന്ത് ചെയ്യും? അഡ്സോർബ്സ് ടോക്സിൻസ്. അഡ്സോർപ്ഷൻ, അതിൻ്റെ മുകളിൽ, ചാർക്കോളിൻ്റെ മുകളിൽ ഈ പോയിസണിനെ ഒപ്പി വെക്കുന്നതാണ് അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് എല്ലാ പോയിസണും കൂടെ അതിൻ്റെ മുകളിൽ അഡ്സോർബ് ചെയ്യുമ്പോൾ എന്താണ്? ദർ ഇസ് ലെസ് പോയിസൺ ബീങ്
അബ്സോർബ്ഡ് ഇൻ ടു ദ ബ്ലഡ് സ്ട്രീം. അപ്പോൾ ബ്ലഡ് സ്ട്രീമിലേക്ക് പോകുന്ന പോയിസൻ്റെ അളവ് കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ആക്ടിവേറ്റഡ് ചാർക്കോൾ യൂസ് ചെയ്യുന്നത്. അരച്ച് കലക്കി കുടിക്കാൻ കൊടുത്താൽ മതി. ഇപ്പിക്കാക് സിറപ്പൊന്നും പണ്ട് ഉപയോഗിച്ചിരുന്നു ജാമ്പവാൻ്റെ കാലത്ത്. ഇപ്പോൾ അതൊന്നും റെക്കമെൻഡഡ് അല്ല. മിൽക്ക് ഡൈല്യൂഷൻ ഇസ് നെവർ ഇഫക്റ്റീവ്. ഗ്യാസ്ട്രിക് ലവാജ് എന്ന് പറഞ്ഞാൽ വയറ് കഴുകുന്ന പരിപാടി 1 അവറിനകത്ത് ചെയ്തെങ്കിൽ മാത്രമേ അത് ഉപയോഗമുള്ളൂ. സോ only in selected cases. അടുത്ത ക്വസ്റ്റ്യൻ, carotid endarterectomy is done to decrease cerebral edema, reduce the brain damage that occurs during a stroke in evolution, prevent a stroke by removing atherosclerotic plaque, blocking the cerebral blood flow, providing a circulatory bypass around thrombotic plaque, obstructing cranial circulation. ഓപ്ഷൻസ് ഒക്കെ ഭയങ്കരമാണ്, ക്വസ്റ്റ്യൻ ചെറുതാണെങ്കിലും. അപ്പോൾ കരോട്ടിഡ് എൻഡാർട്രെക്ടമി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സർജിക്കൽ പ്രൊസീജിയറാണ്. അത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ കരോട്ടിഡ് വെസൽസിലെ പ്ലാക്ക് ബിൽഡപ്പ് ഒക്കെ റിമൂവ് ചെയ്യാൻ, ചൊരണ്ടി അതങ്ങ് കളയുന്നു. സോ ദാറ്റ് ദ ബ്ലഡ് ഫ്ലോ വിൽ ബി റീസ്റ്റോർഡ്. അപ്പോൾ കരോട്ടിഡ് വെസൽസ് സപ്ലൈ ചെയ്യുന്ന ബ്രെയിനിലേക്ക് അല്ലേ. അപ്പോൾ ഇവിടെ ബ്ലോക്ക് ആയി പോയി കഴിഞ്ഞാൽ, പ്ലാക്ക് വന്ന് ബ്ലോക്ക് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ സർക്കുലേഷൻ ടു ദ ബ്രെയിൻ അഫക്ട്സ് ആൻഡ് ഇറ്റ് മേ ലാൻഡ് അപ്പ് ഇൻ ഇസ്കീമിക് സ്ട്രോക്ക്. അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു മെഷറാണ് കരോട്ടിഡ് എൻഡാർട്രെക്ടമി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രിവെൻറ്റീവ് മെത്തേഡ് കേട്ടോ. അപ്പോൾ ഫുൾ ബ്ലോൺ സ്ട്രോക്ക് ഒക്കെ ഉള്ള സമയത്തൊന്നും ഇതൊന്നും ചെയ്യാറില്ല. ആ സമയത്തൊക്കെ നമ്മൾ ചെയ്യുന്നത് സ്റ്റെൻഡിങ് ആണ്, ടു ബൈപ്പാസ് ദ ബ്ലോക്ക്. ഇവിടെ എന്ന് പറഞ്ഞാൽ ചുരണ്ടി ദൂരെ കളയാണ് പ്ലാക്ക്. സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് കരോട്ടിഡ് എൻഡാർട്രെക്ടമി. അടുത്തത്, വൈൽ ഓപ്പണിംഗ് എ റാപ്ഡ് സ്റ്റെറൈൽ ഐറ്റം ദ നഴ്സ് മസ്റ്റ് ഫസ്റ്റ്, എങ്ങനെയാ സർജിക്കൽ സ്റ്റെറൈൽ റാപ്പ് ഓപ്പൺ ചെയ്യുന്നതാണ്. സോ നഴ്സ് ആദ്യം ഇത് മിസ്സാക്കല്ലേ, ഫസ്റ്റ് എന്താണ് ചെയ്യാനുള്ളത്? ഓപ്പൺ ദി ഔട്ടർമോസ്റ്റ് ഫ്ലാപ്പ് എവേ ഫ്രം ദ ബോഡി, കീപ്പിംഗ് ആം ഔട്ട്സ്ട്രെച്ച്ഡ് ആൻഡ് എവേ ഫ്രം ദ സ്റ്റെറൈൽ ഫീൽഡ്. മനസ്സിലാവും? ഔട്ടർ ഫ്ലാപ്പ് ആദ്യം, ഈ സ്റ്റെറൈൽ ഫീൽഡിൽ നിന്നൊക്കെ കൈ ദൂരം മാറ്റി വെച്ചിട്ട് ആദ്യത്തെ ഔട്ടർമോസ്റ്റ് ഫ്ലാപ്പ് നമ്മുടെ ശരീരത്തിന് എവേ ആയിട്ട് ഓപ്പൺ ചെയ്യാം. രണ്ടാമത്തെ എന്താണ്? ഇന്നർമോസ്റ്റ് ഫ്ലാപ്പ് ടുവേർഡ്സ് ദ ബോഡി ഫസ്റ്റ്, കീപ്പിംഗ് ആം ഔട്ട്സ്ട്രെച്ച്ഡ് ആൻഡ് എവേ ഫ്രം ദ സ്റ്റെറൈൽ ഫീൽഡ്. തേർഡ് ഓപ്ഷൻ എന്താ? ഓപ്പൺ ദ സൈഡ് ഫ്ലാപ്പ് ഫസ്റ്റ് ആൻഡ് പുൾ ടു ദി സൈഡ്. ഫോർത്ത് ഓപ്ഷൻ സ്റ്റാൻഡ് ക്ലോസ് ടു ദ സ്റ്റെറൈൽ പാക്കേജ്. എന്താണ്? ഇതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട്. ഔട്ടർമോസ്റ്റ് ഫ്ലാപ്പ് ആദ്യം റിമൂവ് ചെയ്യേണ്ടത്. അത് എങ്ങോട്ടാണ്? നമ്മളിൽ നിന്നും ദൂരോട്ടാണ് അത് ഓപ്പൺ ചെയ്യുന്നത്. ആൻഡ് യു ഷുഡ് കീപ് ഓൾ യുവർ arms okay outstretched and away from the sterile field. Okay, so away from the body, and the arms must be away from the sterile field to prevent any body part or clothing from coming in contact with the sterile field. അതുകൊണ്ട് നമ്മൾ ആംസ് ഔട്ട്സ്ട്രെച്ച്ഡ് ആയിട്ട് വെക്കണമെന്ന്, കൈയോ കൈയുടെ വസ്ത്രമോ എവിടെയും ഈ സ്റ്റെറൈൽ ഫീൽഡിൽ മുട്ടാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ആദ്യം നമ്മൾ ടോപ്പ് ഫ്ലാപ്പ് എവേ ഫ്രം അവർ ബോഡി നമ്മൾ ഓപ്പൺ ചെയ്തു. അത് കഴിഞ്ഞാൽ പിന്നെ ഓപ്പൺ ചെയ്യുന്ന ഏതാ? 2 സൈഡ് ഫ്ലാപ്പും അപ്പുറത്തേക്കും ഓപ്പൺ ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഫൈനൽ ഫ്ലാപ്പ് ഇസ് ദ നിയറസ്റ്റ് ഫ്ലാപ്പ് ഈസ് ഓപ്പൺഡ് അറ്റ് ദ ലാസ്റ്റ്, ദറ്റ് ഈസ് ടുവേർഡ്സ് us. സോ ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ടെമ്പറേച്ചർ ഓഫ് വാട്ടർ ഇൻ ദ ഹോട്ട് വാട്ടർ ബാഗ് വിച്ച് ഇസ് കൺസിഡർഡ് സേഫർ ഫോർ നോർമൽ അഡൽട്ട് ആൻഡ് ചിൽഡ്രൻ ഓവർ 2 years. ഹോട്ട് വാട്ടർ ബാഗിൻ്റെ ടെമ്പറേച്ചർ, അതിനകത്ത് നിറയ്ക്കുന്ന വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ എത്ര? 40.5 to 46 degrees centigrade, 46 to 52, 52 to 55, 60 to 65. ആൻസർ ഇസ്, കാണാതെ പഠിക്കുക, 40.5 to 46 degree centigrade. ഇതാണ് സേഫ് ടെമ്പറേച്ചർ. അല്ലെങ്കിൽ ഫാരൻഹീറ്റിൽ പറഞ്ഞാൽ 105 മുതൽ 115 ഫാരൻഹീറ്റ് വരെ. ഇത് കൂടുതലാണെങ്കിൽ ഹോട്ട് വാട്ടർ ബാഗ് വെച്ചാൽ ആശ്വാസത്തിന് പകരം പൊള്ളലോ ഏറ്റുകൊണ്ട് പോകാം. സോ ബേൺസ് ഓർ സ്കാൽഡിങ് ക്യാൻ ഹാപ്പൻ. എസ്പെഷ്യലി കുഞ്ഞു കുട്ടികളാണെങ്കിൽ, അല്ലെങ്കിൽ എൽഡർലി പീപ്പിൾ, ഫ്രജൈൽ സ്കിന്നൊക്കെ ഉള്ളവർക്കാണെങ്കിൽ കഴിഞ്ഞു. അതുകൊണ്ട് ദിസ് ടെമ്പറേച്ചർ മെയിൻ്റനൻസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഒത്തിരി എൽഡർലി ആൾക്കാർക്ക് ഇൻഫൻറ്റിന് ഇതിലും കുറച്ച് ടെമ്പറേച്ചർ കുറച്ച് വെച്ചാലും കുഴപ്പമില്ല. അടുത്ത ക്വസ്റ്റ്യൻ, സെബോറിക് ക്രസ്റ്റിംഗ് ഓവർ ദ സ്കാൽപ്പ് ഓഫ് എ ന്യൂ ബോൺ ഇസ് നോൺ ആസ് ക്രേഡിൽ ക്യാപ്പ്, ഗ്രാനുലോമ, മംഗോളിയൻ സ്പോട്ട്, സാൽമൺ പാച്ചസ്. കുഞ്ഞു പിള്ളേരുടെ തലയിൽ ഇങ്ങനെ മഞ്ഞ കളർ തൊപ്പി ഉണ്ടാവില്ലേ, അതാണ്. എന്താണ്? ക്രേഡിൽ ക്യാപ്പ് എന്നാണ് അതിന്
നമ്മൾ വിളിക്കുന്നത്. എന്താണ് സംഭവം എന്ന് വെച്ചാൽ സെബോറിക് ഡെർമറ്റൈറ്റിസ് ആണ്. കുഞ്ഞു ബേബീസിൽ കാണുന്ന, ന്യൂ ബോൺസിൽ കാണുന്ന സെബോറിക് ഡെർമറ്റൈറ്റിസ്. ഈ യെല്ലോ കളറിൽ ഗ്രീസി ആയിട്ടിരിക്കും. ഇതൊക്കെ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ടല്ലോ. വിൽ ട്രൈ ടു സ്ക്രൈബ് ഇറ്റ്. ചീപ്പൊക്കെ എടുത്തിട്ട് ചീരി വൃത്തിയാക്കാനൊക്കെ നമുക്ക് ചിലപ്പം തോന്നും. അപ്പോൾ ഇത് പെയിൻഫുൾ അല്ല, ഇച്ചിയല്ലോ ഒന്നുമില്ല. കുറച്ച് നാൾ കഴിയുമ്പോൾ അതങ്ങോട്ട് വിത്തിൻ ഫ്യൂ വീക്സ് ഇറ്റ് വിൽ സബ്സൈഡ്. സോ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാൽ അമ്മയുടെ ഹോർമോൺസിന്റെ ഇൻഫ്ലുവൻസ് ആണിത്. മെറ്റേണൽ ഹോർമോൺസ് വിൽ കോസ് ദിസ് ഓവർ ആക്റ്റീവ് സെബേഷ്യസ് ഗ്ലാൻസ്. ഇപ്പോൾ ബേബിയുടെ സെബേഷ്യസ് ഗ്ലാൻസ് ഒക്കെ ഓവർ ആക്റ്റീവ് ആവും അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് മെറ്റേണൽ ഹോർമോൺസ്. ട്രീറ്റ്മെന്റ് എന്താ? വാഷിംഗ്, ബേബി ഓയിലിംഗ് ഒക്കെ ചെയ്താൽ മതി. മറ്റു ഓപ്ഷൻസ് എന്തൊക്കെയായിരുന്നു? ഗ്രാനുലോമ. ഗ്രാനുലോമ എന്ന് പറഞ്ഞാൽ എന്താ? ഈ പടം കണ്ടില്ലേ? ഇത് you can see here. Okay, this is granuloma. എന്നുവെച്ചാൽ അവിടെ സ്മോൾ ഏരിയ ഓഫ് ഇൻഫ്ലമേഷൻ ഓർ ഇൻഫെക്ഷൻ. ഇറ്റ് ഇസ് ചിലപ്പോൾ ഫോറിൻ ബോഡി ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ കൊണ്ട് ചെറിയൊരു ഏരിയ ഓഫ് ഇൻഫ്ലമേഷനെയാണ് ഗ്രാനുലോമ എന്ന് പറയുന്നത്. അടുത്ത എന്താ? മംഗോളിയൻ സ്പോട്ട്. മംഗോളിയൻ സ്പോട്ട് എന്ന് പറഞ്ഞാൽ കൊച്ചു ജനിച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ ശരീരത്തിൽ ബാക്ക് സൈഡിൽ, എസ്പെഷ്യലി ബട്ടക്സിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ ബ്ലൂയിഷ് ഗ്രേ കളറിലെ പാച്ചസ് കാണാം. എസ്പെഷ്യലി ഡാർക്ക് സ്കിൻ്റെ ബേബിയിൽ കണ്ടോ, ഇവിടെയൊക്കെ ഈ പാച്ചസ് കണ്ടില്ലേ? ഇതിന് ബർത്ത് മാർക്ക്, ബിനൈൻ ആണത്, ശല്യം ഒന്നും ചെയ്യത്തില്ല അത്. പിന്നെ ഉള്ളത് എന്തായിരുന്നു അടുത്ത ഓപ്ഷൻ? സാൽമൺ പാച്ചസ്. സാൽമൺ പാച്ചസ് എന്ന് പറയുന്നത് അതിന് നീവസ് സിംപ്ലെക്സ് എന്നും പറയും. ഓക്കെ, ഇത് കണ്ടോ, ഫേസിലാണ് യൂഷ്വലി കാണപ്പെടുന്നത്, അല്ലെങ്കിൽ കഴുത്തിൻ്റെ ബാക്ക് സൈഡിലൊക്കെ ആയിട്ട് ഈ ചുമന്ന കളറിൽ ഇങ്ങനെ ഉണ്ടാവും, റെഡ് അല്ലെങ്കിൽ പിങ്ക് പാച്ചസ്, ജസ്റ്റ് ആ സ്കിന്നിന് ആ ഒരു ഡിസ്കളറേഷൻ. ഇറ്റ്സ് ഓൾസോ കോൾഡ് ആസ് നീവസ് സിംപ്ലെക്സ്. Next question. Baker's tip position is seen in Bell's palsy, facial palsy, Erb's palsy, congenital hip dislocation. Baker's tip എന്ന് പറഞ്ഞാൽ അതിങ്ങനെ കൈ വളഞ്ഞിങ്ങനെ ഇരിക്കും. എനിക്കിപ്പോൾ വെയിറ്റർ ഇങ്ങനെ കയ്യിൽ പൈസ മേടിക്കുന്ന അതുപോലത്തെ ഒരു കോൺസെപ്റ്റിലാണ് വെയിറ്റേഴ്സ് ടിപ്പ്. ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പൈസ കൊടുക്കത്തില്ലേ, അത്. അപ്പോൾ വെയിറ്റർ ഇങ്ങനെ കൈ ബാക്കിലോട്ട് ആക്കിയിട്ട് അത് വാങ്ങിക്കുന്നതാണ് വെയിറ്റേഴ്സ് ടിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എർബ്സ് പാൽസിയിലാണ് അത് കാണപ്പെടുന്നത്. എർബ്സ് പാൽസി എന്ന് പറഞ്ഞാൽ എന്താ? ഡെലിവറി ടൈമിൽ നമ്മുടെ ഈ ബ്രേക്കിയൽ പ്ലെക്സസിന് ഇഞ്ചുറി വരുമ്പം ഉണ്ടാകുന്ന കൈയുടെ ആ ഒരു എക്സ്റ്റൻഷനാണ് ഈ എർബ്സ് പാൽസി എന്ന് പറയുന്നത്. So this is often seen in, often അല്ല, this occurs commonly due to difficult labor, like especially shoulder dystocia വരുമ്പോൾ നമ്മൾ ഇങ്ങനെ പുൾ ചെയ്ത് വലിച്ചൊക്കെ കൊച്ചിനെ എടുക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഈ ബ്രേക്കിയൽ പ്ലെക്സസിന് ഇഞ്ചുറി വരുന്നു. ആൻഡ് ഇറ്റ് യൂഷ്വലി എഫക്ട്സ് C5, C6 nerve roots. So ഈ ആം എങ്ങനെ ഉണ്ടാവും? ഇറ്റ് ഈസ് യൂഷ്വലി അഡക്റ്റഡ് എന്ന് പറഞ്ഞാൽ ശരീരത്തിനോട് ചേർന്നുണ്ടാവും. ആൻഡ് ഇന്റേർണലി റൊട്ടേറ്റ്, ശരീരത്തോട് ചേർന്നിട്ട് അകത്തോട്ട് റൊട്ടേറ്റഡ് ആയിരിക്കും. അതുപോലെ ഈ എൽബോ എക്സ്റ്റെൻഡഡ്, എൽബോ വിൽ നോട്ട് ബെൻഡ്, എൽബോ വിൽ ബി എക്സ്റ്റെൻഡഡ് ആൻഡ് ഫോർ ആം വിൽ ബി പ്രൊനേറ്റഡ് ആൻഡ് ദ റിസ്റ്റ് വിൽ ബി ഫ്ലെക്സ്ഡ്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെയിറ്റ് നിന്നിട്ട് ഇങ്ങനെ കൈ തിരിച്ചു പിടിച്ച് ആമിലോട്ട് പൈസ മേടിക്കുന്ന പോലത്തെ ഒരു ലുക്കാണ്. അതുകൊണ്ടാണ് അതിന് വെയിറ്റേഴ്സ് ടിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് കോമൺലി സീൻ ഇൻ എർബ്സ് പാൽസി. എർബ്സ് പാൽസിയിൽ എന്താ? C5, C6 നെർവ് റൂട്ടിൻ്റെ ഇഞ്ചുറിയാണ്. ഷോൾഡർ ഡിസ്റ്റോഷ്യയിൽ ഉള്ള ഡിഫിക്കൽട്ട് ലേബർ പ്രോസസ്സിൽ സംഭവിക്കുന്ന ഒരു ഡാമേജാണിത്. മറ്റു ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ബെൽസ് പാൽസി. ബെൽസ് പാൽസി എന്ന് പറഞ്ഞാൽ ക്രീനിയൽ നെർവ് 7ൻ്റെ അല്ലെങ്കിൽ ഫേഷ്യൽ നെർവിൻ്റെ ഇഞ്ചുറിയാണ്. അപ്പോൾ ഫേസിൻ്റെ ആ ഒരു ഭാഗം ഡ്രൂപ്ഡ് ആയിട്ടിരിക്കും. ആ കണ്ണ് ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് ദാറ്റ് ഏരിയ ഒരു മസിലിൻ്റെ ടോൺ ഉണ്ടാവില്ല. അപ്പോൾ ഇറ്റ് വിൽ ബി ലൈക്ക് ഡ്രൂപ്ഡ്, ഇങ്ങനെ ഫേഷ്യൽ ഡ്രൂപ്പും ആ ഭാഗം കംപ്ലീറ്റ്ലി ഡ്രൂപ്ഡ് ആയിരിക്കും. ദെൻ ഫേഷ്യൽ പാൽസി. ഫേഷ്യൽ പാൽസി എന്ന് പറയുന്നത് സിമിലർ ടു ബെൽസ് പാൽസി, വീക്ക്നെസ് ഓഫ് ദ ഫേഷ്യൽ മസിൽ. ഇവിടെയും ആമിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഇല്ല. കൺജനിറ്റൽ ഡിസ്ലൊക്കേഷൻ ഓഫ് ഹിപ്സ്. അടുത്ത ഓപ്ഷൻ കൺജനിറ്റൽ ഡിസ്ലൊക്കേഷൻ ഓഫ് ഹിപ്സ്. അത് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദി ഡെവലപ്മെന്റൽ ഡിസ്പ്ലേസിയ ഓഫ് ദ ഹിപ്പ്. സോ ഇറ്റ് അഫക്ട്സ് ദ ഹിപ്പ് ജോയിന്റ്, നോട്ട് ദ അപ്പർ ലിംബ്. സോ യെസ്, ഇത് ഹിപ്പ് അബ്നോർമാലിറ്റി അല്ലെങ്കിൽ കൺജനിറ്റൽ ഡിസ്ലൊക്കേഷൻ ഓഫ് ഹിപ്പിൽ മറ്റ് സൈൻസ് കാണുന്നത് എസിമെട്രിക് തൈ ഫോൾഡ് ആണ്, ലിമിറ്റഡ് അബ്ഡക്ഷൻ ഉണ്ടാവും, പോസിറ്റീവ്
ഓർട്ടോലാനി ഓർ ബാർലോസ് ടെസ്റ്റ് ഇതൊക്കെയാണ് ഹിപ്പ് ഡിസ്ലൊക്കേഷനിൽ കാണപ്പെടുന്നത്. ഇപ്പോൾ എർബ്സ് പാൽസിയിൽ എന്താണ്, എൽബോ എക്സ്റ്റെൻഡ് ആയിരിക്കും കേട്ടോ. എൽബോ ഇങ്ങനെ എക്സ്റ്റെൻഡ് ആയിരിക്കും, ഫ്ലെക്സ്ഡ് അല്ല, എക്സ്റ്റെൻഡ് ആയിട്ട് ഇങ്ങനെ നീളത്തിന് പിടിച്ചിരിക്കും. ആൻഡ് യു ക്യാൻ സീ ദ അതർ, അങ്ങനെ റിസ്റ്റ് കുറച്ച് പ്രൊനേറ്റഡ് ഫോറാമും ഫ്ലെക്സ്ഡ് റിസ്റ്റും ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് എബ്സ് പാൽസി. ഓക്കെ, അടുത്ത ചോദ്യം. Phlebistotic axis is the point at intersection of mid-axillary line and line drawn through fourth intercostal space. Second is anterior axillary line and sixth intercostal space. Third is posterior axillary line and fifth intercostal space. Fifth is anterior axillary line and mid-clavicular line. So the answer is mid-axillary line ആൻഡ് ലൈൻ ഡ്രോൺ ത്രൂ ഫോർത്ത് ഇൻ്റർകോസ്റ്റൽ സ്പേസ്. ഈ പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ദ ഫോർത്ത് ഇൻ്റർകോസ്റ്റൽ സ്പേസിന് താഴേക്ക് ഒരു ലൈൻ വരയ്ക്കുക. പിന്നെ ഇവിടെ ആക്സിലയുടെ മിഡ് പോർഷനിൽ നിന്ന് ഒരു ലൈൻ വരയ്ക്കുക. ഇത് രണ്ടും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഫ്ലിബോസ്റ്റാറ്റിക്